നാടോടുമ്പോൾ നടുവേ ഓടണം, അത് പഴഞ്ചു. എന്നാൽ നാണം കെട്ടവൻ ഓടിയാലോ? കേരളത്തിൽ എവിടെയോ ഉള്ള ഒരു കൊച്ചു ഗ്രാമം. ഈ കൊച്ചു ഗ്രാമത്തിലെ മണ്ടത്തരങ്ങൾ കോർത്തിണക്കിയ തെണ്ടിത്തരങ്ങളുടെ കഥയാണ് ഈ പണ്ടാരക്കാലം. പണ്ടാരക്കാലം 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 ഇതൊരു പണ്ടാരക്കാലം 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 ഇറങ്ങി പോവാൻ. ചേട്ടാ ഞാനൊന്നും നീ ഒന്നും പറയണ്ട. ഇത്ര നാളെ നീ പറയണം ഞാൻ കേട്ടു, പിന്നെ ഞാൻ പറയണം നീ കേട്ടു. ഇനി നമ്മൾ രണ്ടുപേരും പറയണ നാട്ടുകാർ മൊത്തം കേൾക്കണം. വിട്ടോ വിട്ടോ ഇവിടുന്ന്. നമ്മുടെ കുഞ്ഞിനെ നമ്മുടെ കുഞ്ഞ് തവള കുഞ്ഞിനെ അടിക്കാൻ കൊല്ലി ഞാൻ. ഇറങ്ങി പോണേ ഇവിടുന്ന്. രാമാ, നമ്മുടെ ആ താത്രിക്കുട്ടിക്ക് ഇപ്പൊ പഴയ പോലെ നോമിനോട് ഇഷ്ടമില്ല. എന്താ എങ്ങനെ ഇഷ്ടണ്ടാവും? അവള് കരിവളയും ചാന്തുകൊട്ടും മേടിക്കാൻ തിരുമേനിയോട് 100 രൂപ ചോദിച്ചിട്ട് കൊടുത്തോ? ശിവ നോമത് അങ്ങോട്ട് മറന്നിരിക്കണം. എന്നാ ഇനി സമയം കളയണ്ട. 100 ഉറുപ്പയുണ്ട്. ഇതുകൊണ്ട് ചാന്ത് പൊട്ടോ കരിവളയോ കൺമഷിയോ എന്താ വെച്ചാ മേടിച്ചിട്ട് നോമിന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ അങ്ങോട്ട് ചിരിക്കാൻ പറയണം. പറയാ സ്വഭാവം അറിയില്ല. ആ ചന്ദ്രൻ പിന്നെയും വഴക്കം വെക്കാണോ തുടങ്ങിയല്ലോ. നമുക്കൊന്ന് ചോദിച്ചാലോ? തിരുമേനി ആവശ്യമില്ലാത്ത പണിക്ക് പോണ്ട. ഇതിലും വലിയ വഴക്ക് തീർത്തിട്ടുള്ളവനാ ഈ വാമനൻ തിരുമേനി. എന്റെ തിരുമേനി പോണ്ടാന്ന് ഞാനാ പറയണേ. താൻ ഇങ്ങോട്ട് നടക്ക. പ്രശ്നം ഉദിക്കണില്ല. ഇതിന്റെ മോന്ത കാണുമ്പോ കൊല്ലി ഞാൻ. ശിവ ശിവ, നീ പിന്നെയും കള്ളൂടി തുടങ്ങിയ? അത് ശരി. ഇപ്പൊ ഞാനാണ് കള്ളുകുടിച്ചേക്കണം, തിരുമേനിയാണ് കള്ളുകുടിച്ചേക്കണം. ഞാൻ ശിവനല്ല ചന്ദ്രനാ. നാം യഥാർത്ഥ സാക്ഷാൽ ശിവനെ വിളിച്ചതാ. ശിവൻ ശിവൻ ശിവനല്ല. പാർവതി വന്നാലും ഈ ചന്ദ്രനോട് കളിച്ചാണ്ടല്ല ഇവിടെ ഞാൻ ചക്രം കറക്കും. എന്തിനാടാ നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കണേ? എന്റെ തിരുമേനി ഈ ബ്ലഡി പട്ടിയില്ലേ, ഇവളാരാന്ന് തിരുമേനിക്ക് അറിയാമോ? ഭൂതനയാണ് ഭൂതന. എന്റെ ചന്ദ്ര, ഈ കുട്ടിയുടെ മുഖം കണ്ടാ നിനക്ക് ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നു. ഈ കുട്ടിത്താവാങ്ങിന്റെ മുഖം കാണുമ്പോഴാണ് ഞാൻ പിന്നെ ഇങ്ങനെ കുടിക്കണത്. എന്താണ് എന്റെ പ്രശ്നം? എന്താ പ്രശ്നം? ഞാൻ കറുത്തത്, എന്റെ ഭാര്യ കറുത്തത്, ഈ നിൽക്കുന്ന സാധനം ഉണ്ടല്ല ഇത് വെളുത്തത്. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്കറിയണം. ഇത്രയുള്ള കാര്യം നോം കാണിച്ചു തരാം. രാമാ, ആ മുറുക്കാൻ ഇങ്ങോട്ട് എടുക്കാം. ഇപ്പൊ എന്തിനാ മുറുക്കാൻ? അതൊക്കെ വേണം. ഇങ്ങോട്ട് എടുക്കാം. മുറുക്കാൻ പിടിക്കാം. ഈ വെറ്റിലക്കകത്ത് വെച്ചിരിക്കുന്ന അടക്കയുടെ കളർ എന്താ? കറുപ്പ്. ഇതിൽ വെച്ചിരിക്കുന്ന പുകയിലയുടെ കളർ എന്താ? ബ്രൗൺ. ഇതിൽ തേച്ച ചുണ്ണാമ്പിന്റെ നിറം എന്താ? വെള്ള. ആണല്ലോ. നോക്ക. ശരിയാക്കി തരാട്ടെ ഇതിന്റെ ഞാൻ. ഇതിന്റെ നിറം എന്താ? ചുവപ്പ്. ഇത്രല്ലേ ഉള്ളൂ. കാര്യങ്ങൾ മനസ്സിലായില്ലേ? എന്റെ ദൈവം, അപ്പൊ ഇത്ര നാളും ഞാൻ ഇവിടെ തെറ്റിദ്ധരിച്ചാണോ? പിന്നെ അച്ഛനും മുത്തുക വന്നേ. കണ്ടോ കണ്ടോ? അച്ഛക്ക് അറിയാതെ പറ്റുമ്പോഴല്ലേ സമ്മതിക്കണം. എന്താ ഇനിയും പ്രശ്നം? എന്താ ഇനിയും പ്രശ്നം? തിരുമേനി വായിലിട്ട് ചവച്ച അടക്കട കളർ എന്താ? കറുപ്പ്. അത് ഞാൻ. പുകലയുടെ കളർ എന്താ? ബ്രൗൺ. അത് ഇവള്. ഇതിൽ വെളുത്ത ചുണ്ണാമ്പ് അതാരാ? അതാരാ? സംശയമില്ല തിരുമേനിയല്ലേ. സ്ഥാനത്തിനങ്ങൾ പിടിച്ച ഇനി നിങ്ങളായി നിങ്ങളെ പാടായി. നീ വാടി മുത്തേ. രാമ ഇതിനെ ഞാൻ എന്താ ചെയ്യാ? രാമ രാമ ഗൾഫിൽ ജോലിക്ക് പോയിട്ടുള്ള ചെറുപ്പക്കാരുടെ ഭാര്യമാരെ സഹായിക്കാൻ
നാട്ടിലുള്ള ചെറുപ്പക്കാർക്ക് എന്തൊരു ആവേശമാണെന്നറിയാവോ? ജംഗ്ഷനിലുള്ള കടയിൽ പോയി ഒരു പാക്കറ്റ് പാല് മേടിച്ചോണ്ട് പറഞ്ഞാൽ കേൾക്കാത്തവൻ ഈ ചെറുപ്പക്കാരുടെ ഭാര്യമാര് പറഞ്ഞാൽ എന്തും ചെയ്തു കൊടുക്കും. അത് മനസ്സിലാക്കിയിട്ടാവണം നമ്മുടെ പോക്കര് കാക്ക ഗൾഫിൽ നിന്നും ഒരു യന്ത്രനെ കൊണ്ടുവന്നു. വീട്ടിലുള്ള സകലമാന പണിയും ചെയ്യുന്ന ഈ യന്ത്രൻ നമ്മുടെ പോക്കര് കാക്കാക്കിട്ടൊരു പണി കൊടുത്തു. ഒരു 8ന്റെ പണി. ബൈവക്കത്ത് ചീട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഹിമാറുകളെ, ഇങ്ങക്ക് ഞമ്മടെ വക ഒരു സന്തോഷ വർത്തമാനം. മെന്റലാന്ന് തോന്നുന്നു. ഞമ്മടെ മോള് മൈമുനന്റെ പേരിൽ നമ്മൾ നടത്തിയിരുന്ന ചായപ്പീടിക പരിഷ്കാരം വരുത്തി പുതുക്കി പുത്തനാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാരെ, പെങ്ങന്മാരെ, ഞമ്മടെ പുതിയ തട്ടുകടയിൽ നിന്നും കോയിന്റെ ബിരിയാണിയും അരിപ്പത്തിരിയും വെട്ടി മുയിങ്ങാൻ നിങ്ങളെ ഏവരെയും നമ്മൾ കടയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു. അതെന്തായാലും നന്നായി. പറ്റുപടിയല്ലേ, കാശ് കൊടുക്കാതെ വയറ് നിറച്ച് തട്ടാലോ. ഒരു പ്രത്യേക സന്തോഷ വാർത്ത കൂടി നമ്മൾ അറിയിക്കട്ടെ. ഇനി മുതൽ നമ്മുടെ കടയിൽ നിന്നും ഒരു ഹിമാറുകൾക്കും പറ്റുപടിയോ കടമോ കൊടുക്കുന്നതല്ല. ഒരു കട്ടൻ ചായ കുടിച്ചാൽ പോലും കായ് റെഡിമണി മുണ്ടക്കയം. പ്രിയമുള്ളവരെ, ബീരാൻസ് തട്ടുകട ഉദ്ഘാടിക്കുന്നത് ആരാണ്? യന്ത്രൻ. അതെ, യന്ത്രൻ തന്നെ. മദ്രാസിൽ നിന്നും ലക്ഷങ്ങൾ വാരിയെറിഞ്ഞ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കിടിലോ കിടിലൻ റോബോട്ട്. എന്തിനാ പോയിട്ട് തന്റെ അനന്തരവനെങ്കിലും ഒന്ന് വരുമോ? കാണുന്ന ക്ഷമിക്കണോ? ദേ ഇപ്പം വരും. അതേ പറഞ്ഞു തീർന്നില്ലേ? ദേ Glad to meet you, my dear boss, Mr. Bira. പിടിച്ചോ. കാര്യം യന്ത്രമനുഷ്യനാണെങ്കിലും ഓന് നല്ല സ്നേഹമുണ്ട്. ദേ, ഇനി ഐശ്വര്യായിട്ട് ഈ നാടേ കൊണ്ട് മുറിച്ചു. അടിപൊളി. എടോ ബീരാരെ, തന്റെ എന്തിനാള് പുലിയാണല്ലോ. എന്ന് വെച്ചാലേ ചക്കച്ചുള കൊണ്ട് തല്ലി ഇവനെ നമ്മള് വാങ്ങിയത് ശരിക്കും തുട്ടെറിഞ്ഞിട്ടാണ്. ഇവനെ കണ്ടിട്ട് ശരിക്കും ഒരു മനുഷ്യനെ പോലെ ഉണ്ട്. അതല്ലേ ഇവന്റെ പ്രത്യേകത. തമിഴ്നാട്ടില് ഒരു സിനിമയിൽ വരെ ഇവൻ അഭിനയിച്ചിട്ടുണ്ട്. അത് മാത്രല്ല, നമ്മൾ എന്ത് പറഞ്ഞാലും കമാന്നൊരക്ഷരം മറുത്തു പറയാതെ അവൻ എന്ത് വേണേലും ചെയ്തോളും. ദേ, ഞമ്മടെ മോൾ അയച്ചത് കായ് കൊടുത്താണ് ഇവനെ നമ്മൾ വാങ്ങിയത്. എന്തായാലും വീരാനൊരു സഹായമായിട്ടുണ്ട്. വീരാനെ, ഈ എന്തിനാ ഈ കടയിലെ പണികളൊക്കെ ചെയ്യോ? ചെയ്യുമോന്നോ? അതെന്തൊരു ചോദ്യാണ് രമണ. ഇന്ന് മുതൽ ഇവിടെ മുറ്റമടിക്കുന്നതും പാത്രം കഴിക്കുന്നതും ചായ അടിക്കുന്നതും ഈ എന്തിനായിരിക്കും. ഞമ്മള് പണപ്പെട്ടിയുടെ മുമ്പിൽ വെറുതെ അങ്ങനെ ഇരിക്കും, അത്ര തന്നെ. അങ്ങനെയാണെങ്കിൽ ബീരാനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ എന്തിനെ കൊണ്ട് ഓരോ സ്പെഷ്യൽ ചായ എങ്ങടിപ്പിച്ചുണ്ടോ? അല്ലേ അല്ലേ? എന്താണ് സംശയം? എന്തിരാ ബെക്കെന്ന് ഇവന്മാർക്കെല്ലാം ഓരോ ചായ അങ്ങോട്ട് കൊടുക്കും. 1, 2, 3, 4, 5, 6, 7 ഗ്ലാസ് ടീ മട്ടും പോതും. ഓക്കെ, എത്ര പ്രാവശ്യം നമ്മൾ പറഞ്ഞിരിക്കുന്നു നമ്മുടെ പേര് ആമാന്നല്ല, ബീരാൻ. ബീരാൻ പുരിഞ്ചത് എല്ലാമേ എനിക്ക് തെറിയോ. ആമെന്ന് വെച്ചാൽ യെസ്, അതെ, മട്ടും അർത്ഥം. കള്ളൻ. ബെക്കെന്ന് ചെല്ലടാ. തമിഴകത്തിന്റെ മണ്ണിൽ നിന്നും മലയാള മണ്ണിലേക്ക് വരുന്നെത്തിയ എന്തിനാ കുഞ്ഞേ?
നിനക്ക് ഈ കാതിക രക്തം വളർന്നുകാരൻ എവിടത്തെ അഭിവാദ്യങ്ങൾ. തുടങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, കലാസ്നേഹികളെ, എന്തിനു വേണ്ടി ഈ വേളയിൽ ഈ അവസരത്തിൽ ഞാൻ ഈ നിമിഷം സ്വന്തമായി രചിച്ച ഈണം പകർന്ന ഈ നിമിഷ കവിത ഒന്ന് ആലപിക്കാം. രമണ, അടയ്ക്കാൻ പറിക്കണ പിച്ചാത്തി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് നോക്കില്ല ഞാൻ. ആ രമണ, ദേ നമ്മൾ നിന്റെ കാല് പിടിക്കാം. ഇന്നത്തെ നല്ല ദിവസം നീ കുളവാക്കരുത്. വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾക്ക് എന്റെ ഈ ഉത്തരാധുനിക യന്ത്ര കവിത കേൾക്കാൻ യോഗമില്ലെങ്കിൽ എനിക്കെന്താ ഇത്ര നിർബന്ധം? വെക്കുന്നു കൊടുക്കും. ഇന്ന് വിടാ. അവിടെ അവിടെ ഇവിടെ. ഇന്ന് വിടാ. ഇങ്ങോട്ട് വിടാൻ ഇതെന്താണ്? ഇതെന്തുപറ്റി? വിട്. എന്തിനാ? താഴെ. വിട്. ആ ബീരാൻ കാശ് കൊടുക്ക മേടിച്ച യന്ത്രം കേടായി ഇത് ചൈനയുടെ സാധനമാണ്. ഡ്യൂപ്ലിക്കേറ്റ് കേടായതൊന്നും അല്ല. പിന്നെ? ഇവനെ 8 മണിക്കൂർ മിനിമം ചാർജ് ചെയ്താലേ വർക്ക് ചെയ്യൂ. ബാറ്ററി ചാർജ് തീർന്നു പോയതാ. ഇനി ഇപ്പൊ അരമണിക്കൂറെങ്കിലും ചാർജ് ചെയ്തെങ്കിലേ ഇവനെ ഇവിടുന്ന് അനക്കാൻ പറ്റുള്ളൂ. നമ്മൾ വയ്യുണ്ടാക്കാം. ഇല്ലാത്ത കാശ് കൊടുത്ത് മേടിച്ചെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം അല്ലേ? അതെ. അപ്പൊ കറണ്ട് ചാർജ് ഇല്ലെങ്കിൽ എന്തിനെ കാര്യം കട്ടപ്പോ നാണാവൂലേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കി പോവാം. അങ്ങട് എന്തിന് പാട്ടുകളൊക്കെ പാടുറേ? കണ്ട അറിയാൻ പാടില്ലാത്ത പണിയൊക്കെ എന്തിനാ ചെയ്യണേ? നഗ ഷേപ്പാക്കണമെങ്കിൽ ഞാൻ ചെയ്തു തരില്ലേ? അയ്യടാ വേണ്ട, ആ പേരും പറഞ്ഞ് എന്റെ കൈ കയറി പിടിക്കാന്നല്ലേ? ശകുന്റെ ഒരു കാര്യം. വേണ്ടെങ്കി വേണ്ട. വേറെ എന്തൊക്കെ പണി വീട്ടിൽ കിടക്കുന്നു? ജോലി ഒന്നും ചെയ്യാത്തോണ്ട് എന്റെ മസിലൊക്കെ പെരുക്കുന്നു. ശകു വേഗം എനിക്കുള്ള ഡ്യൂട്ടി പറ. ഐ ആം റെഡി. ഇവിടെ ഭാർഗവേട്ടൻ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു പണിയില്ല. ഭാർഗവേട്ടനെ വേഗം സ്ഥലം വിടാൻ നോക്ക്. ഒരു പണിയില്ലെന്നു? അത് നോണ. എന്തെങ്കിലുമൊക്കെ ഒരു പണി കാണാതിരിക്കില്ല. ഞാൻ തന്നെ പറയാം. മുറ്റമടിച്ചോ? മുറ്റമൊക്കെ തൂത്തുവരെ വൃത്തിയാക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? എങ്കിൽ തുണി കഴുകാം. ശകുന്റെ ആ മുഷിഞ്ഞ ചുരിദാറും ബെഡ്ഷീറ്റും ഒക്കെ വേഗം ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ പടക്കേന്ന് കഴുകി തരാം. വേണ്ട, ഡ്രസ്സൊക്കെ എപ്പോഴേ വാഷ് ചെയ്ത് മടക്കി തേച്ചു വെച്ചു. ഓഹോ, എങ്കിൽ പാത്രം പാത്രമൊക്കെ എപ്പോഴേ കഴുകി വെച്ചിരിക്കുക. അപ്പൊ ഉച്ചയൂണ് കാലായിട്ടുണ്ടാവില്ലല്ലോ. എന്തായാലും ഇന്നത്തെ പാചകം ഈ പട്ടാളം ഭാർഗവന്റെ വക. എന്താ? അതും ഓക്കെ. ഞാൻ പറഞ്ഞില്ലേ, ഭാർഗവേട്ടനെ ചെയ്യാനായിട്ട് ഇവിടെ ഒരു പണിയില്ല. അത് നോണ. എന്നെ ഒഴിവാക്കാൻ വേണ്ടി ശകു വെറുതെ ഓരോ നോണ പറയണതാ. എനിക്കറിയാം, ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ശകുവിന് ഇത്രയും പണി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാൻ ഒത്തിരി സമയം എടുക്കും. അല്ലാതെ ഈ വീട്ടിലെ പണിയൊക്കെ ഞാൻ ഒറ്റയ്ക്കാ ചെയ്തതെന്ന് ഭാർഗവട്ടനോട് ആരാ പറഞ്ഞേ? പിന്നെ ശകുനെ കുറിച്ച് മാത്രം 365 ദിവസവും ധ്യാനിച്ചു കഴിയുന്ന ഈ ഞാൻ പോലും അറിയാതെ എന്റെ ശകു പുതിയ വേലക്കാരിയെ ജോലിക്ക് നിർത്തിയോ? വേലക്കാരിയൊന്നും അല്ല. പിന്നെ വേലക്കാരനാണോ? ഒന്ന് തെളിച്ച് പറയണ്ടേ ശകു? വേലക്കാരനാണെന്ന് വേണമെങ്കിൽ പറയാം. ശകു மேடம் எல்லா வேலைகளும் முடிச்சாச்சு. வீட்டை கிளீன் பண்ணி, ட்ரெஸ் வாஷ் பண்ணி, விறகு பீஸாக்கி, வெசல் கிளீன் பண்ணி, டிஃபின், காபி, கோப்பி, மீன்கறி எல்லாமே முடிச்சாச்சு. വെരി ഗുഡ്. தேங்க்யூ மேடம். எந்திர ஒரு தடவை வேலை செய்தா அது 100 தடவை வேலை செய்த மாதிரி. നാളെ ഏർലിയെ പാക്കല. ഓക്കേ ബൈ. ഇതാണ് എന്റെ പുതിയ സർവന്റ് യന്ത്രൻ. ഭാർഗവേട്ടനൊക്കെ ഒരു ദിവസം മുക്കിയും മൂളിയും ചെയ്യുന്ന പണിയൊക്കെ ദേ ഈ യന്ത്രൻ 10 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർക്കും. ഇനി മുതൽ ഭാർഗവേട്ടന്റെ സഹായം ഇവിടെ എനിക്ക് ആവശ്യമില്ല. ശകു ചങ്കി കട്ടപ്പാറ ഇറക്കണ വർത്താനം പറയല്ലേ ശകു? എന്റെ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റമില്ല. വാടക കുറച്ച് കൂടുതലാണെങ്കിലും ഈ യന്ത്രൻ ചേട്ടൻ തന്നെയാ ബെസ്റ്റ്. ഭാർഗവൻ ചേട്ടന് പോവാം. ശകു, എനിക്കിത് സഹിക്കാൻ കഴിയുന്നില്ല. എനിക്കും. ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുമ്പോ നാട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന യുവതിയാണ് ഞാനെന്ന് ഭാർഗവൻ ചേട്ടൻ മനസ്സിലാക്കണം. അന്യ പുരുഷനായ ഭാർഗവൻ ചേട്ടൻ എപ്പോഴും ഇങ്ങോട്ട് വന്ന ദേ നാട്ടുകാർ അതൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശകുന് ഞാനൊരു അന്യനാണോ? എന്താ സംശയം? വെറുതെ ആളുകളെ കൊണ്ട് അതും ഇതൊന്നും പറയിപ്പിക്കണ്ട. ഇവിടുത്തെ പണികളൊക്കെ ഇനി എന്തിനും നോക്കിക്കോളൂ. ഭാർഗവേട്ടനെ ഇടയ്ക്കൊക്കെ ഇവിടെ വന്ന് ശല്യപ്പെടുത്താതിരുന്നാ മതി. ദൈവം ഇതൊന്ന് പോയി തരുമോ? ഒരു ശല്യം. ഒരു എന്തിരമ്പാര വന്നേക്കണ്. എടാ, നീ എന്തിരനാണെങ്കിലേ ഞാനൊരു ധീര ജവാനാ. എന്റെ ശകുനെ എന്നിൽ നിന്ന് അകറ്റി ഇരുമ്പ് തകിടേ. നിന്നെ തുരുമ്പാക്കി മാറ്റിയില്ലെങ്കിൽ ഈ പട്ടാളക്കാരൻ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? തിരിട്ട് പൈലേ. ഈ പട്ടാളം ഭാർഗവൻ ആരാണെന്ന് നിന്നെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്.
അരെ സാല കുത്ത ബദ്മാഷ് എന്തിരാ? രമണേട്ടാ, ദാ ചായ. താങ്ക് യു. എടി ഇതിന് ഭയങ്കര ചൂടാണല്ലോടി. അല്ല നീ ഇത്ര പെട്ടെന്ന് ചായ റെഡിയാക്കിയോ? ചായ എങ്ങനെയുണ്ട് അത് പറ. കൊള്ളാം, നല്ല അസല് ചായ. കല്യാണം കഴിഞ്ഞ് കൊല്ലം 10 കഴിഞ്ഞെങ്കിലും നിങ്ങളുടെ വായിന്ന് ഇപ്പോഴെങ്കിലും നല്ല വാക്ക് കേൾക്കാൻ പറ്റിയല്ലോ. ഇനി എനിക്ക് ചത്താലും സങ്കടമില്ല. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവിടെ എന്താ പതിവില്ലാത്ത കുറെ മാറ്റങ്ങളൊക്കെ കാണുന്നത്. വീടും പരിസരങ്ങളൊക്കെ നല്ല വൃത്തിയായി കിടക്കുന്നു. വീട്ടു സാമാനങ്ങളൊക്കെ നന്നായി അടക്കി വെച്ചിരിക്കുന്നു. ദേ ഈ തറ വരെ നല്ല കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങുന്നു. ഇതിനൊക്കെ പുറമെ ഞാൻ ചോദിച്ചപ്പോ തന്നെ നീ എനിക്ക് ചായയും കൊണ്ടു തന്നു. എന്താടി ഇതിന്റെയൊക്കെ ഒരർത്ഥം? വീട്ടുജോലികളൊക്കെ സമയാസമയങ്ങളിൽ തീർത്ത് നീ നല്ലൊരു അനുസരണയുള്ള ഭാര്യയാവാൻ തീരുമാനിച്ചോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വീട്ടുജോലിയൊക്കെ ഞാനാ ചെയ്തതെന്ന് രമണേട്ടനോട് ആരാ പറഞ്ഞേ? നിന്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ചെയ്താണോ? എന്റെ വീട്ടിൽ നിന്ന് ആര് വരാനാ രമണേട്ടാ? ഈ പണി മുഴുവൻ ചെയ്ത് സഹായിച്ചതേ നമ്മുടെ യന്തിരൻ ചേട്ടനാ. യന്തിരൻ ചേട്ടൻ. ഏതെന്തിരവനാടിയത്? ഞാനില്ലാത്ത സമയം നോക്കി ഇവിടെ വന്ന് സഹായിച്ചവൻ. ആരായാലും അവന്റെ കൊടൽമാല കുത്തിയാൻ പുറത്തെടുക്കും. ഒന്ന് പതിയെ പറയാ മനുഷ്യ. ഒരു യന്തിരനും അല്ല, യന്ത്ര മനുഷ്യൻ. നമ്മുടെ ബീരാന്റെ കടയിലെ പണിക്ക് വന്ന യന്തിരൻ ചേട്ടൻ കാലത്ത് വന്ന് ഈ വീട്ടിലെ സകല പണിയും തീർത്തു തന്നു. നിങ്ങക്ക് എന്നാ ചായ ഇല്ലേ, അത് യന്തിരൻ ചേട്ടൻ ഉണ്ടാക്കി തന്നതാ. അവൻ നിന്നെ ഒന്ന് പോ ചേട്ടാ, അതൊരു റോബോട്ടല്ലേ. നമ്മൾ എന്ത് പണി പറഞ്ഞാലും അവൻ സെക്കൻഡോട് ചെയ്തു തരും. നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ പാവത്തിന് എന്തെങ്കിലും കൊടുത്താ മതി. എന്നിട്ട് നീ എന്തെങ്കിലും കൊടുത്തോ? ബാറ്ററി തീരാറായപ്പോഴേ 1/2 മണിക്കൂർ ഒന്ന് ചാർജ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ആ സ്വിച്ച് ബോർഡ് കാണിച്ചു കൊടുത്തു. പാവം ചേട്ടൻ ചാർജ് ചെയ്തിട്ട് പോവുകയും ചെയ്തു. വേറെ കാശായിട്ടൊന്നും കൊടുത്തില്ല. അത് ഞാൻ കൊടുക്കൂ രമണേട്ടാ. പിന്നെ ഒരു കാര്യം, ആ യന്ത്രന്റെ വർത്താനം കേട്ടിരിക്കാൻ എന്ത് രസാന്നറിയോ? രമണേട്ടനെ പോലെ ബോർണൊന്നുമല്ല, ആള് മഹാരസികനാ. പോക്കത്ര ശരിയല്ലല്ലോ രമണ. എന്തിരനാണെങ്കിലും ശരി, എന്തിരവനാണെങ്കിലും ശരി, കൊത്തി കൊത്തി അവൻ നിന്റെ വീട്ടിലും കേറി കൊത്തിരിക്കുന്നു. രമണ, ബി കെയർഫുൾ. ഈ പോക്ക് പോയാ നമ്മള് കുടുംബനാഥന്മാര് മുഴുവൻ ഔട്ടാവും. താനിരിക്കേണ്ട അടുത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ എന്തിനും കയറിയിരിക്കും. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അത് നടപ്പില്ല. എന്തായാലും ഇപ്പൊ തന്നെ നമുക്ക് ബീരാനെ കണ്ട് എന്തിനൊരു മൂക്ക് കയറിടാൻ പറയണം. സ്വന്തം ഭാര്യമാരെ വരുതി കീർത്താൻ പറ്റില്ല, നിങ്ങൾ അത് പറ. രമണൻ പറയുന്നത് നിന്റെ ഭാര്യ അനുസരിക്കുമെങ്കിൽ ഒരെന്തരനും നിന്റെ അടുക്കള കയറി വിലസില്ല. നിങ്ങളൊക്കെ എന്റെ ഭാര്യ റോസമ്മയെ കണ്ടുപിടിക്ക്. യന്ത്ര മനുഷ്യനായാലും ശരി, ചെകുത്താനാണെങ്കിലും ശരി, അവൾ അടിച്ചതിനകത്ത് കയറ്റില്ല. ഈ സമയത്ത് തർക്കവും വഴക്കവും ഒന്നും അല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം നമുക്ക് ഒഴിവാക്കണം. അതാ വേണ്ടത്. കൊയ്ക്കൊട്ടങ്ങാടിയിലെ കോയക്കാന്റെ കടയിലെ കൊയ്യിന്റെ കറിയുടെ ചാറ്. എല്ലാരും ഉണ്ടല്ലോ. എന്താണ്, ജോക്കിങ്ങിന് ഇറങ്ങിയതാണോ? അല്ല, ഞങ്ങൾ ബീരാനെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ. ബീരാനെ, പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. നിങ്ങളുടെ കടയിൽ പണിക്ക് നിൽക്കണ ആ എന്തിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഈ നാട്ടിലൊരു രക്തച്ചൊരിച്ചിലുണ്ടാവും. ഹലോ, നമ്മുടെ എന്തിനും അത്രയ്ക്കും വലിയ എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചത്? ഞങ്ങള് ഭർത്താക്കന്മാര് വീട്ടിലില്ലാത്ത സമയം നോക്കി ആ വൃത്തികെട്ടവൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് അടുക്കളപ്പണി ചെയ്യുന്നു. ഇതൊന്നും അത്ര നല്ലതിനല്ല ബീരാനെ. ആ യന്ത്രം കാരണം സഖു പോലും എന്നെ ആട്ടി ഓടിച്ച്. ബീരാനെ, താൻ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടോളണം. അല്ലോ, ഇതാണോ ഇത്ര വലിയ കാര്യം? എന്നാ നമ്മളൊരു തുണിയില്ലാത്ത സത്യം പറയാം. നഗന സത്യം. ഈ തിരുവണ്ണാപുരത്തെ മുഴുവൻ പെണ്ണുങ്ങളുടെയും ഹരമായിട്ട് മാറിക്കല്ലേ നമ്മുടെ എന്തിരൻ. ഓരെ പണിക്ക് വിളിക്കാനായിട്ട് നമ്മുടെ കടയുടെ മുമ്പില് പെണ്ണുങ്ങളുടെ നീണ്ട ക്യൂ അല്ലേ. ആ ഏർപ്പാട് നിർത്തണമെന്നാ ഞങ്ങൾ ഈ പറയണത്. നടക്കൂല ബലിയാളികളെ, നടക്കൂല. നമ്മൾ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയിരിക്കുന്ന യന്ത്രനെ മുതലാക്കണമെങ്കിൽ ഓരോരുത്തർക്ക് വാടകയ്ക്ക് കൊടുത്തേ പറ്റൂ. ഇപ്പൊ തന്നെ അച്ചായന്റെ ഭാര്യ റോസമ്മ വന്ന് എന്തിനെ ബുക്ക് ചെയ്തു പോയിട്ടേ ഉള്ളൂ. എന്റെ ഭാര്യ? ആ, ഇങ്ങടെ ഭാര്യ. ഓള് എന്തിനെ കൊണ്ടുപോകുന്ന കണ്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. എടി വൃത്തികെട്ടവളെ, എന്നെ ചായ കുടിക്കാൻ വിട്ട് നിന്നെ ഇന്ന് കൊല്ലും ഞാൻ. അച്ചായ, കൂൾ ഡൗൺ. നമ്മൾ തന്ത്രപരമായിട്ട് നീങ്ങണം. അതാണ് വേണ്ടത്. ഒരു തന്ത്രവും ഇല്ല. ഇന്ന് ഞാൻ അവനെ വെട്ടി കൊല്ലും ഞാൻ. ആഹാ, എടി അച്ചായന്റെ കാര്യത്തിലൊരു തീരുമാനമായി. ഇതാണ് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ബീരാനല്ലേ? അതെ, നമ്മളാണ് ബീരാൻ. ഞാൻ KSB. ഞാൻ കടയിൽ പോയിരുന്നു. നമ്മൾ ചന്തയിലൊന്ന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. ഈ മാസത്തെ കറണ്ട് ബില്ലാണ്. ഇത്രയും വലിയ എമൗണ്ട് ആയതുകൊണ്ടാണ് നേരിട്ട് തരാമെന്ന് വിചാരിച്ചത്. അല്ലോ, 2 മാസത്തെ കറണ്ട് ബില്ല് 2,20,216 റുപ്യ. നിങ്ങൾ നമ്മളെ കളിയാക്കുകയാണോ? ഇത് നിങ്ങൾ ഉപയോഗിച്ച കറണ്ട് തന്നെയാണ്. ആകെ ബീരാനുള്ളത് 2 ബൾബ് 1 ട്യൂബ്. അത് തന്നെ സമയത്തിന് കത്താറില്ല. അങ്ങനെയുള്ള ബീരാൻ ഇത്രയും വലിയൊരു കറണ്ട് ബില്ലോ? അതിലേതോ ഒരു യന്ത്രം ചാർജ് ചെയ്തിട്ടാ ഇത്രയും വലിയ കറണ്ട് ബില്ല് വന്നത്. ആണോ?
പടച്ചോനെ, ആ എന്തിരൻ ചതിച്ച് എനിക്കെന്തോ തല ഇറങ്ങുന്നത് പോലെ. ബീരാന്റെ കറണ്ട് ബില്ല് വന്നതിന് രമണൻ എന്തിനാണോ തല ഇറങ്ങണത്? അരമണിക്കൂർ ആ വൃത്തിയിട്ടവനെ എന്റെ വീട്ടിൽ രമണി ചാർജ് ചെയ്തിട്ടുണ്ട്. പടശോനെ, ഈ ബില്ല് കൊടുത്ത് നമ്മള് പാപ്പരാകുമല്ലോ. ആ എന്തിനെ ഒന്ന് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ബൈ പറഞ്ഞതാ. ഇത് ബീരാന്റെ നാവിന്ന് കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ കാത്തു നിന്നത്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ലക്ഷക്കണക്കിന് രൂപയുടെ കറണ്ട് തിന്നുന്ന ആ ഭീകരനെ നാട് കടത്താനുള്ള ഓപ്പറേഷൻ ഈ പട്ടാളം ഭാർഗവൻ ഒറ്റയ്ക്ക് ഏറ്റെടുത്തിരിക്കുന്നു. നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അവൻ ഈ സംസ്ഥാനം കടന്നിരിക്കും. ചലോ. ഏതായാലും ആ മാരണത്തെ പട്ടാളം ഒഴിവാക്കിയല്ലോ. താനിതെങ്ങനെ ഒറ്റക്ക് സാധിച്ചു? അതാണ് ഈ പട്ടാളത്തിന്റെ മിടുക്ക്. ആദ്യം ഞാൻ അവനെ സൂത്രത്തിൽ വിളിച്ചോണ്ട് പോയിട്ട് ഒരു ട്രാൻസ്ഫോമറിന്റെ ചോട്ടിക്കൊണ്ട് നിർത്തി ഫുൾ ചാർജ് ചെയ്തു. അത് കൊള്ളാം. ഫുൾ ചാർജ് ചെയ്തപ്പോ ആള് നല്ല ഫിറ്റായി. സൂത്രത്തിൽ ഞാൻ അവനെ പിടിച്ചിട്ട് ചെന്നൈ മേലി കയറ്റി ചെന്നൈക്ക് വിട്ട്. ഇപ്പോഴാ ശരിക്കും ആശ്വാസമായി. എന്തായാലും ആ പൊതുശല്യത്തെ ഒഴിവാക്കി കിട്ടില്ല, അത് മതി. നിങ്ങളല്ലേ മിസ്റ്റർ ബീരൻ? എന്താ കാര്യം? അറസ്റ്റ് ഹിം. അറസ്റ്റ് ചെയ്യാനാ? കാര്യം എന്താന്ന് പറയാ. നിങ്ങളുടെ കസ്റ്റഡിയിലേ ഒരു യന്ത്രമനുഷ്യൻ ഉണ്ടായിരുന്നില്ലേ? അവൻ ഇന്നലെ രാത്രി ഒരു പവർ ഹൗസിലെ മുഴുവൻ കറണ്ട് വലിച്ചെടുത്തു. റാസ്കൽ, എന്നിട്ട് അവൻ ഞങ്ങളെ വെട്ടിച്ച് പോവോ? തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തപ്പോ എല്ലാ കാര്യങ്ങളും പുറത്തു വന്നു. അല്ല, ഏതോ ഒരു യന്ത്രമനുഷ്യൻ കറണ്ട് മോട്ടിച്ചതിന് ഈ പാവം ബീരാൻ എന്തിനാ അറസ്റ്റ് ചെയ്യണത്? യന്ത്രമനുഷ്യന്റെ ഓണർഷിപ്പേ ഈ ബീരാന്റെ പേരില. എന്റെ ദൈവമേ, എന്തിന് എല്ലാ പണിയും പണിയൂന്ന് പറഞ്ഞപ്പ ഇതുപോലൊരു 8ന്റെ പണി പണിയൂന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ലല്ലോ. സ്വന്തം ഭാര്യമാരോട് കള്ളം പറയാത്ത ആരും തന്നെ ലോകത്തിൽ. ഇടയ്ക്ക് ചില കള്ളങ്ങളൊക്കെ പറയുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. ഞാനും എൻ്റെ ഭാര്യയോട് ഇടയ്ക്കിടയ്ക്കൊക്കെ ചില കള്ളങ്ങളൊക്കെ പറയാറുമുണ്ട്. പക്ഷെ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പ് വേണം. വടി കൊടുത്ത് അടിമേടിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പണിക്ക് നിൽക്കണം? ജാനു, ഇതെന്താണെന്ന് നിനക്ക് മനസ്സിലായോ? നല്ല ഒന്നാം തരം സ്പ്രേയാ. നമ്മുടെ വേളി കൃഷ്ണപോയളിക്ക് പോലും കൊടുക്കാതെ നാം ഈ വാമന നമ്പൂതിരി എന്തിനാ കൊണ്ടുവന്നതെന്ന് നിനക്കറിയോ? അത് ഞാൻ എങ്ങനെ അറിയാനാ? ഇത് നമുക്ക് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു തെളിവാണേ. അല്ല, ഈ വൃത്തികെട്ട സാധനങ്ങളൊക്കെ തിരുമേനിക്ക് എവിടുന്ന് കിട്ടി? ചങ്കി തറക്കണ വർത്താനം പറയല്ലേ ജാനു. നമ്മുടെ അനന്തരവൻ അങ്ങ് ദുബായിലല്ലേ. അവൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോ നമുക്ക് തന്നതാ. നല്ല ഒന്നാന്തരം മേഡ് ഇൻ ജപ്പാൻ. ജപ്പാന്റെ സ്പ്രേ എന്ന് വെച്ചാ ബഹു കേമാന്നാ പ്രമാണം. ഓ പിന്നെ, എന്നിട്ട് തിരുമേനി ആ കഴിഞ്ഞ ദിവസം ആ കറവക്കാരി മാധവിക്ക് കൊടുത്തിട്ട് മെയ്ഡ് ഇൻ അമേരിക്ക ആണെന്നാണല്ലോ അവള് പറഞ്ഞത്. എന്റെ തിരുമേനി, ഇതുപോലുള്ള ലൊട്ടിലൊടുക്ക് സാധനങ്ങൾ തന്ന് ജാനുവിനെ വളയ്ക്കാമെന്ന് തിരുമേനി കരുതണ്ട. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചിരുന്നാ മതി. എന്തായാലും വെറുതെ കിട്ടിയതില്ല. വെറുതെ ഒരു സ്പ്രേയും പോയി, ഉള്ള മാനവും പോയി. ഇനി നമ്മുടെ വേളി വന്ന് ചോദിച്ചാ സ്പ്രേ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കും? നാശം, ഈ അശ്രീകരത്തെ ഒഴിപ്പിച്ചു വിടാൻ നോക്കിയാൽ നടക്കുന്നില്ലല്ലോ. ഇന്ന് നിന്നെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം. ഭഗവതി, എന്താ അവള് പറഞ്ഞു വച്ചതിന്റെ അർത്ഥം? നോമിനെ കൊല്ലൂന്ന് തന്നെയല്ലേ? ശിവ ശിവ, നോമിന് ജാനുവായിട്ടുള്ള ഇടപാട് വേളി അറിഞ്ഞിരിക്കണമെന്ന് തോന്നണു. ദേഷ്യം വന്നാ എന്തും ചെയ്യാൻ മടിക്കാത്തവളാ. തൽക്കാലം എവിടെങ്കിലും ഒളിക്കുക തന്നെ രക്ഷ. ഓഹോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ. ഇത്ര പെട്ടെന്ന് മുങ്ങിക്കളഞ്ഞ ഈ കൃഷ്ണവേണിയുടെ തനി സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. എവിടെ പോയി ഒളിച്ചാലും നിന്നെ ഞാനിന്ന് കൊല്ലും. ഇനി രക്ഷയില്ല. നോമിനെ കൊല്ലാണ്ട് അവളുടെ കലി അടങ്ങില്ല. എന്റെ പൊന്ന് കൃഷ്ണവേണി, നീ നോമിനെ ഒന്നും ചെയ്യരുത്. ഇനി നാം ഒരിക്കലും വേലക്കാരുടെ മുറിയിൽ പോവുകയില്ല, അവളോടും മിണ്ടേയില്ല. എത്ര വർഷമായി തുടങ്ങിയിട്ട്? 4, 5, സത്യാണോ? 10. കണ്ടോ, ഒരു പാർട്ടിയെ തപ്പി നടന്നപ്പോ നിങ്ങളുടെ തനി സ്വരൂപം പുറത്തു വന്നില്ലേ? ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങൾക്ക് വേറെ പെണ്ണെ തപ്പി പോണോ അല്ലേ? ഇന്ന് നിങ്ങളെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ശിവ ശിവ, കേവലം ഒരു പാറ്റ കാരണം ഉള്ള സത്യങ്ങളൊക്കെ പുറത്തായല്ലോ. ഇനി എത്രയും പെട്ടെന്ന് ഇവിടെയുള്ള പൂച്ചയെ തല്ലി കൊല്ലണം, അല്ലെങ്കിൽ ഇനിയും സത്യങ്ങൾ പുറത്തു വരും. പ്രിയപ്പെട്ടവരെ, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെയധികം പിടിപ്പുള്ള നമ്മുടെ രമണൻ ഇന്ന് മലയാള സിനിമയെ കൊഴിച്ചുകൂടാനാവാത്ത അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ രമണൻ പോയിരിക്കുന്നു.
എന്തിനധികം പറയുന്നു, ലോക സിനിമയിൽ വരെ നമ്മുടെ രമണൻ ശ്രദ്ധ പിടിച്ചു പറ്റി കഴിഞ്ഞിരിക്കുന്നു. അതെ, സൂപ്പർ സ്റ്റാർ രമണ വന്നേ. വരൂ വരൂ. താങ്ക് യു. ഭായിയോ ഓർ ബഹനോ, ഞാൻ ഇനി കൂടുതൽ സംഭാഷണങ്ങളിലേക്ക് പോകുന്നില്ല. അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് നമ്മുടെ നാടിന്റെ പൊന്നോമനപുത്രൻ രമണൻ എത്തിച്ചേർന്നിരിക്കുന്നു. രമണന്റെ വാക്കുകൾ ഇനി നിങ്ങൾക്ക് കേൾക്കാം. താങ്ക് യു. എന്റെ എല്ലാമായ സ്വന്തം നാട്ടുകാരെ, ഹോളോ ബ്രിക്സ് എന്ന ചിത്രത്തിൽ ഇഷ്ടികപ്പണിക്കാരൻ കുട്ടപ്പനിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഈ സംസ്ഥാന അവാർഡിന്റെ യഥാർത്ഥ അവകാശി സത്യത്തിൽ ഞാനല്ല. അതെന്താ രമണ സാറേ, അവാർഡ് തട്ടിയെടുത്താണോ? അതല്ല, ഇവിടുത്തെ സ്നേഹനിധിയായ നാട്ടുകാരാണ് ഈ അവാർഡിന് ശരിക്കും അർഹരായത്. ഈ നാടാണ് എന്നെ വളർത്തിയത്, എന്നിലെ കലാകാരനെ വളർത്തിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ അവാർഡ് ഞാൻ എന്റെ ജന്മനാടിന് വേണ്ടി, എന്റെ പിറന്ന നാടിന് വേണ്ടി സമർപ്പിക്കുക. മണ്ടരി വായിച്ചത് എങ്ങനെ ഇടുന്ന ആപ്പാട് 2-3 തേങ്ങ തന്നെ എത്ര നേരം തെങ്ങിനെ മോളി ഞാൻ വിളിക്കുന്നു. വന്നിരുന്ന് ഉറക്കം തൂങ്ങാൻ എനിക്ക് വേറെ തലൊന്നും കിട്ടിയില്ല. എന്റെ അനിയ തേങ്ങ വീണത് എന്റെ തലയില്, അതിന് വേദന അനുഭവിക്കുന്ന ഞാൻ ജീവിക്കാൻ സമ്മതിക്കല്ലോ. ഈ തേങ്ങ വീണ് താങ്ങാൻ ചത്തുപോയായിരുന്നീരോ, കൊലക്കുട്ടത്തിന് അകത്ര കണ്ടായിരുന്നോ? അനിയ, അല്ലെങ്കിൽ ഈ രമണന്റെ ആയുസിന് ഉടനെ ഒന്നും ഒരു കോട്ടം ഉണ്ടാവുകയില്ല. കാരണം നായികാ ദാരിദ്ര്യം അനുഭവിക്കുന്ന മലയാള സിനിമയ്ക്ക് നാളെ ഒരു മുതൽക്കൂട്ടാവേണ്ടി വളർന്നകാട് രമണൻ കേവലം ഒരു തേങ്ങ വീണ് ചാവുകയോ വീട്ടിൽ പറയാതോ. ഇയാൾ എന്തൊക്കെയാ പറയുന്നത്? ശരി, ഇനി ഞാനൊന്നും വിളിക്കുന്നില്ല. അനിയനോടായതുകൊണ്ട് മാത്രം ഞാൻ ആ സത്യം തുറന്നു പറയാം. ഇത്രയും കാലം കാതികൻ എന്ന നിലക്ക് സുപരിചിതനായി വളർന്നകാട് രമണൻ മെഗാസ്റ്റാർ മമ്മൂട്ടി നായകനാകുന്ന സിനിമയിൽ ഒരു മെയിൻ വേഷത്തിൽ അഭിനയിക്കാൻ പോകുന്നു. പുളുവാണോ? നോ, ഇന്ന് തന്നെ ഞാൻ ആ പടത്തിൽ ജോയിൻ ചെയ്യും. വിശ്വാസം വരുന്നില്ലെങ്കിൽ പോസ്റ്ററും സിനിമയൊക്കെ പുറത്തിറങ്ങുമ്പോ വിശ്വസിച്ചാൽ മതി. പിന്നൊരു കാര്യം, തൽക്കാലം ഈ രഹസ്യം നീ മാത്രം പറഞ്ഞാൽ മതി, നാട്ടിൽ പാട്ടാക്കണ്ട. ഒരു കൊടുംഭീകരൻ വളവ് തിരിഞ്ഞു വരുന്നു, ഒരു കടാമുട്ടൻ സാധനം. ധീരജവാനായി പട്ടാളം ഭാർഗവനോട് ഏറ്റുമുട്ടാൻ നോക്കണ്ട. എടാ, നീ എത്ര വലിയ ഭീകരനായാലും എനിക്ക് നീ വെറും കൃമിയാണ്, കൃമി. നിന്റെ അന്ത്യം എന്റെ ഈ കൈ കൊണ്ടായിരിക്കും. റെഡി? 1, 2, 3, 4. ഹലോ, ആരാ വിളിക്കുന്നേ? രമണിയോ? ഭാർഗവേട്ടാ, ആ രമണിയാ വിളിക്കുന്നേ. അവൾ ഇത്ര നാളായിട്ട് എന്നെ ഫോൺ ചെയ്തിട്ടേ ഇല്ല. ഇതിലെന്തോ ദുരുദ്ദേശമുണ്ട്. ഈ പട്ടാളം ഭാർഗവൻ ഇവിടെ ഉള്ളപ്പോ അവക്കൂടെ ഒരു ഉദ്ദേശവും നടക്കൂല. ശവ ധൈര്യമായിട്ട് ഫോൺ എടുക്കും. ഹലോ രമണി, എന്താ വിളിച്ചേ? ശകുന്തളയുടെ ഡ്രൈവിംഗ് സ്കൂളൊക്കെ എങ്ങനെ പോകുന്നു? ഓ, എന്റെ രമണി ഒന്നും പറയണ്ട. സ്റ്റുഡൻസിന്റെ തിരക്ക് കാരണം ഒരു രക്ഷയില്ല. 2 ബാച്ചും കൂടെ തുടങ്ങാൻ പോവാ. 2 കാറും കൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അയ്യടാ, അവളുടെ ഒരു പത്രാസ്. പുതിയ 2 ബാച്ച്. ആകെയുള്ള വണ്ടി കട്ടപ്പുറത്താ. നീ അവിടെ ചൊറി മുതിരിക്കാന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാടി. അല്ല, രമണിനെ കുറെ നാളായിട്ട് ഇങ്ങോട്ട് കാണുന്നില്ലല്ലോ. എന്താ, പുള്ളിക്കാരൻ ഡ്രൈവിംഗ് പഠിത്തം നിർത്തിയോ? അത് പറയാനാ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചത്. രമണേട്ടന് ഇനി 1.5 മാസത്തെ ലീവ് വേണം. അയ്യോ, എന്തു പറ്റി? രമണിന് വല്ല മാറാരോഗം വന്നോ? അയ്യോ, അതല്ല. രമണേട്ടനെ സിനിമയില് സെക്കൻഡ് ഹെയർ ഓയിലായിട്ട് വേഷം കിട്ടി. ഹെയർ ഓയിലോ? അത് തലേ തേക്കുന്നതല്ലേ? ഹെയർ ഓയിൽ അല്ല, രമണേട്ടനെ സഹനടനായിട്ട് അഭിനയിക്കാൻ പോകുന്നു. 1.5 മാസത്തെ ഷൂട്ടുണ്ട്. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ ഇടയും ഞാൻ. അനുപദമൊരു താളം ഇനി നിറയും പുലരുകൾ തന്നിൽ ശ്രുതിമീട്ടും അറിയാൻ പറയാൻ ഞാൻ. പകൽ പോലെ ഇരുള് പോലെ കടൽ പോലെ നിലവ് പോലെ എന്നും നിന്നിൽ ഞാൻ. നിന്നെ കണ്ട കടലലകൾ പോലെ മയിലായി മഴ കൊണ്ടതുപോലെ അകമേ ഇടയും ഞാൻ. അനുപദമൊരു താളം ഇനി നിറയും പുലരുകൾ തന്നിൽ ശ്രുതിമീട്ടും അറിയാൻ പറയാൻ ഞാൻ.
പകൽ പോലെ ഇരുൾ പോലെ കടൽ പോലെ നിലവ് പോലെ എന്നും നിന്നിൽ ഞാൻ ഞാൻ ചൊല്ലും കവിതകളിൽ ഒരു വരി മെല്ലെ നെഞ്ചൊടിയതിൽ അതിൽ മധു നുകരും നുകരും മരവി. എടാ വൃത്തികെട്ടവരെ, ഡയറക്ടർ സാറിന്റെ കസേരയിലാണ് കയറിയിരിക്കുന്നത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ അഹങ്കാരം കണ്ടില്ലേ? സോറി സാർ. ആ നീലടാ രമണൻ. അതെ സാർ. നിനക്കൊരു വേഷമുണ്ട്, വേഗം ചെന്ന് മുടി വെട്ടിയിട്ട് വാ. എന്റെ മുടിയോ? പിന്നെ തന്റെ അല്ല വേറെ ആരും മുടി വെട്ടാ ഞാൻ പറയോ? 10-25 വർഷമായി ഞാൻ ഓമനിച്ച് വളർത്തുന്ന എന്റെ ഈ പൊന്നോമന മുടികൾ എന്നിൽ നിന്ന് അറുത്ത് മാറ്റാൻ മാത്രം പറയരുത് സാർ. തനിക്ക് ഈ പടത്തിൽ വേഷം വേണമെങ്കിൽ വേഗം പോയി മുടി വെട്ടിയിട്ട് വാ. ആ ഹലോ, ആരാണ്? ആ ആ ആ ശരി ശരി. പ്രിയപ്പെട്ട മുടിക്കുഞ്ഞുങ്ങളെ, ആ ഓക്കെ. ഏതെങ്കിലും ഒരു ചാൻസിന് വേണ്ടി നിങ്ങളുടെ രമണേട്ടൻ കാത്തു കെട്ടി കിടക്കാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നാറായി. ഇപ്പോഴാ ഒരു ചാൻസ് കിട്ടിയത്. പക്ഷെ എന്ത് ചെയ്യാം, അഭിനയിക്കണമെങ്കിൽ നിങ്ങളെയൊക്കെ എനിക്ക് ഒഴിവാക്കിയേ പറ്റൂ. എന്റെ മുടിക്കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ഈ രമണേട്ടന്റെ ആദരാഞ്ജലികൾ. ഹോ സാറേ, നായികയുടെ അടുത്തേക്ക് പാൻ ചെയ്താൽ ഇതൊക്കെ ചെയ്യാനാ ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എനിക്കറിയാം ഇതൊക്കെ. മനസ്സിലായോ? ഈ സീൻ എന്താ സാർ ചെയ്യേണ്ടത്? ഇവൻ ആ സീനിൽ അഭിനയിക്കാനുള്ളത്. ഇത് എന്റെ ഇവനാണോ? അപ്പൊ എന്നാ ഞാൻ ഇവന് ഒന്നും ചെയ്യണ്ട. നീ ഏരിയ കണ്ടുപോരുത്. നല്ല കാര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഫ്രെയിം ചെയ്ത്. ഹേമ ഹേമ എന്നതാടാ പെണ്ണിന്റെ അടുത്ത് കണ്ണാടി ആയിട്ട് കുറെ നേരമായാലും നിൽക്കുന്നത്. എന്നാ മേക്കപ്പ്? സീൻ വരുമ്പോ മേക്കപ്പ് ഉണ്ടാക്കിയാ മതി. ഹേമേ, ഇങ്ങോട്ട് അടുത്തിരിക്കേ. ഇങ്ങോട്ട് നല്ലപോലെ ചേർന്നിരിക്കേ. ഒരു നടി എപ്പോഴും ഡയറക്ടർ അടുത്ത് തന്നെ ഇരിക്കണം. എന്നാലേ ആ നടിക്ക് വളർച്ച ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഹേമയുടെ ഉള്ളിലുള്ള കഴിവുകൾ മൊത്തം എനിക്ക് കിട്ടണം. ഏതാ ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് എന്റെ ഒരു കടമയാണത്. ഞാനിപ്പോ സീനിനെ കുറിച്ച് അങ്ങ് പറയാം. ഹേമ എക്സലന്റ് ആയി നേരെ ചെന്ന് കായലിലേക്ക് അങ്ങ് വീഴാണ്. അയ്യോ സാർ, എനിക്ക് നീന്താൻ അറിഞ്ഞൂടാ. അതിന് നിങ്ങൾ വീഴണ്ട, അതൊക്കെ ഡെമ്മി അങ്ങ് വീണോളും. ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ അഭിനയിക്കാൻ അരെ ബൈസാബ്, അതെ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് രമണൻ എന്ന് പേരുള്ള ഒരാൾ ഈ സിനിമയിൽ അഭിനയിക്കാൻ വന്നായിരുന്നു. പുള്ളിനെ ഇവിടെ എങ്ങാനും കണ്ടോ? ആളൊരു അവശ്യ കലാകാരനാണ്. ഒരു കാതികൻ. പട്ടാളം വൈദ്യുതി അച്ചായ. നിങ്ങൾ അന്വേഷിക്കുന്ന കാതികരത്നം വളന്തകാട് രമണൻ ഞാൻ തന്നെയാണ്. എടാ രമണ, നിന്നെ കണ്ടിട്ട് ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലായില്ല. നിന്നോട് ആരെയും കടുങ്കൈ ചെയ്തത്? കടുങ്കയ്യോ? സിനിമയാവുമ്പോ നമ്മള് കഥാപാത്രമായിട്ട് മാറണം. അതിനനുസരിച്ച് ഷേപ്പ് മാറണം. അതാ എന്തായാലും നിന്റെ ആ പരട്ട തലമുടിയൊക്കെ വെട്ടിമാറ്റി ആ മുഷിച്ച ജുബയൊക്കെ മാറ്റിയപ്പോ ഏതായാലും കാണാനൊരു മനുഷ്യക്കോലം ഉണ്ട്. അല്ലാവേ, നീ മമ്മൂട്ടിയായിട്ട് അഭിനയിച്ചോ? അഭിനയിച്ചോന്നോ? ഇത്രയും നേരം ഞാനും മമ്മൂട്ടി തമ്മിലല്ലേ സീൻ എടുത്തോണ്ടിരുന്നത്. നിന്നെ ഞങ്ങൾ സമ്മതിച്ചിരിക്കണ്. ഏതായാലും നീ വലിയൊരു നിലയിലെത്തിയല്ലോ, ഞങ്ങൾക്ക് അത് മതി. വലിയ ആളാവുമ്പോ നീ ഞങ്ങളെ ഒന്ന് മറന്നുകളായിരുന്നു. നിങ്ങളെയൊക്കെ മറക്കാനോ? ഒരിക്കലും എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ വേദനിപ്പിക്കരുത് പട്ടാളം. പട്ടാളത്തിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണത്. നമ്മുടെ രമണ്ണ നമുക്കറിയില്ലേ? തന്നെ ഡയറക്ടർ വിളിക്കണം, അങ്ങോട്ട് വരാൻ. അതെ, ഇടുപ്പുകളെ ചെയ്തോളൂ. ചെന്നങ്ങ് വീട് കൊടുത്താ മതി. ബാക്കി കാര്യങ്ങളെല്ലാം അവര് അതിന് ഞാൻ എവിടെ നിന്നിട്ട് പോണോ? എക്സിക്യൂട്ടീവ് വരാൻ പറഞ്ഞു. ഏത് എക്സിക്യൂട്ടീവ്? നമ്മുടെ ഇവിടുത്തെ എക്സിക്യൂട്ടീവ്. ഇയാളല്ലേ ഞാൻ നേരത്തെ ഇവിടെ സ്ക്രിപ്റ്റുമായിട്ട് വീണപ്പോ അട്ടേഴ്സ് ചിരിച്ചത്? ഒരബദ്ധം പറ്റിപ്പോയതാണ്. ഇതൊക്കെയാണോടോ അബദ്ധം? ഇയാൾക്ക് വേഷല്ലേ? കാല് പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഞാൻ വളരെ ഇതായി പോവും. ചെറിയ മേലിൽ ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഒരിക്കലും ഒരു ഡയറക്ടർ എടുത്ത് ഇതേപോലെ മ്ലേച്ഛ സാധനങ്ങളൊന്നും സംസാരിക്കരുത്. ഇത് കണ്ടോ? ഇത് ഡയറക്ടറാണ്. അപ്പൊ ഒരു ബഹുമാനം കീപ്പിംഗ് ഒക്കെ എപ്പോഴും വേണേ. ഇതൊക്കെ നമ്മൾ പുതിയ പിള്ളേർ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇനി ഞാൻ സീനിനെ കുറിച്ച് അങ്ങ് വിവരിക്കാം. ഈ നായിക ഒരു കൊതുമ്പ് വള്ളത്തിൽ കറക്റ്റായിട്ട് അവന്റെ റോള് പറഞ്ഞു കൊടുക്കും. ഇതാരാ ഇത്? മമ്മൂട്ടിയിലൂടെ അഭിനയിച്ച ആളാ. സിനിമ അതിന്റെ അല്ല, എന്റെ നാട്ടുകാരാ. എന്റെ അഭിനയം കാണാൻ വേണ്ടി വന്നതാ. ഇയാൾക്ക് വേഷം വേണോ? ഈ സാധനമൊക്കെ പാക്ക് ചെയ്തേ. ഞാൻ എന്തെങ്കിലും ചെയ്തോട്ടെ, ഞാൻ കാല് പിടിക്കാം പ്ലീസ്. തന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു അനുഭവം ഉള്ള ഒരു സംഭവമാണ് തനിക്ക് തരാൻ പോകുന്നത്. ഓക്കെ സാർ. അപ്പൊ നോക്കി ഇങ്ങോട്ട് നിൽക്കുകയാണ്. ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല ഇത് തനിക്കായിരിക്കും. ഡോ ഇവിടെ. അപ്പോ നമ്മുടെ ഈ നായിക കായലിലൂടെ കൊതുമ്പ് വെള്ളത്തിൽ തൊഴയാനറിയോ? ഇയാള് തൊഴയണ്ട, നായിക തുഴഞ്ഞു വരുന്നു. വരുമ്പോ ഈ തുഴഞ്ഞിങ്ങനെ വരുന്ന സമയത്ത് ഈ തുഴയിൽ എന്തോന്ന്
തടയുന്നു. നായിക തടയുന്നു. ഈ നായിക എന്നെ അടുത്ത് ആ തൊട വെച്ചൊന്ന് കുത്തി നോക്കുക. കുത്തി നോക്കിയപ്പോ എന്തായിരുന്നു? അവള് ഞെട്ടിപ്പോയി. ചീഞ്ഞളിഞ്ഞ ഒരാഴ്ച 1.5 പഴക്കമുള്ള ഒരു ശവം. ഭയങ്കര എന്നെ മണം വന്നറിയോ? ആ ഏരിയയിലെങ്കിൽ ഒരു മനുഷ്യൻ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധവും. അത്ര വൃത്തിയായിട്ട ഒരു ശവമായിരുന്നു. ആ കാഴ്ച കണ്ട് നമ്മുടെ ഈ നായിക ബോധം കെട്ട് നേരെ കായലേക്ക് എല്ലാം മനസ്സിലായി സാർ. ബോധം കെട്ട് വീഴുന്ന നായികയെ ഞാൻ നീന്തിച്ചെന്ന് രക്ഷപ്പെടുത്തുന്നു. അതല്ലേ എന്നാണോ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഞാനാ ഡയറക്ടർ. ഡയറക്ടർ എപ്പോഴും ഇങ്ങനെ കാണിക്കുള്ളൂ. ചുമ്മാ ഇരിക്കുന്ന ഒരുത്തൻ കാണിക്കുകയില്ല. അപ്പൊ ഡയറക്ടർ പറഞ്ഞ ശ്രദ്ധിച്ചേക്ക. മനസ്സിലായോ? അതിന്റെ ഇടയ്ക്ക് വെടിവെക്കാൻ നിക്കണ്ട. കട്ടി കഴിഞ്ഞാൽ വേഷം വേണ്ട സാർ. അപ്പൊ പെണ്ണ് പോകുന്നു, ശവം കാണുന്നു, വീഴുന്നു. അപ്പൊ എന്റെ വേഷം? ഇയാടെ വേഷം എന്ന് പറഞ്ഞ ആ ചീഞ്ഞളിഞ്ഞ 1 ആഴ്ച പഴക്കമുള്ള ശവമാണ് താൻ. ഞാനോ? അപ്പൊ എനിക്ക് ഡയലോഗ് ഒന്നുമില്ലേ? എന്തിനാണ് ശവത്തിന് ഡയലോഗ്? ഏത് നാട്ടിലാണ് ശവത്തിന് ഡയലോഗ് ഉള്ളത്? സാറേ എന്റെ മുഖമെങ്കിലും. നോ ഇതാരാണ്ട് തന്നെ മനഃപൂർവ്വം തല്ലിക്കൊന്ന് കെട്ടിത്തുവച്ചും കരിങ്കല്ലിട്ട് കമത്തി ഇട്ടിരിക്കുക. അല കാണുകയല്ലോ ഒരിക്കലും. ഇയാൾക്ക് വേണമെങ്കിൽ താല്പര്യം ചെയ്താൽ മതി. ഇല്ല പോ, വേറെ ആൾക്കാർ ഇവിടെ നിൽക്കാടേ. മുടിയും പോയി. ഞാൻ അഭിനയിക്കാം സാറേ. അങ്ങനെ വേണം. അപ്പൊ സ്വന്തം തീരുമാനം എടുക്കണം. ആർട്ടിന്റെ ആളെന്തിയേ? ആർട്ടെന്തിയേ? ദേ ഇയാള് നല്ലോണം കരിയോയിൽ അടിച്ച് ഒരു 7-8 ദിവസം വരെ ചീഞ്ഞ ശവമായി മാറ്റി. കുറെ കോഴിയുടെ കുടലും അവിടെ ഇവിടെ 1-2 മീനും വരാലും ഒക്കെ കൊത്തുന്നതായിട്ടൊക്കെ സെറ്റ് ഇട്ട് വെച്ചേരി. എന്നാലും നല്ല കളർഫുൾ ആകത്തുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അതങ്ങ് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ ഏമാ ഇപ്പൊ സീന ഏകദേശം രൂപം കിട്ടിയല്ലോ. നീ ടെൻഷൻ അടിക്കണ്ട. നല്ല നല്ല ഭാവാഭിനയങ്ങൾ കാഴ്ചവെച്ച് അഭിനയിച്ച മികച്ച ശവത്തിനുള്ള അവാർഡ് നിനക്ക് കിട്ടുള്ളെന്ന കാര്യം ഉറപ്പാ. ശവത്തിൽ കുത്തല്ല. ശകുന്തളേ, ശകുന്തളേ. അല്ല ഇതാര് രമണിയോ? രമണി എന്താ ഈ വഴി? അല്ല വരൂ അതൊക്കെ വരൂ. ഇരുന്ന് സംസാരിക്കാം. സോറി, ഇരുന്ന് സംസാരിക്കണ്ട. അയ്യോ എന്ത് പറ്റി? നടുവേനുണ്ടോ? അതൊന്നുമല്ല. ഈ പട്ടുസാരി കണ്ടില്ലേ? രമണേന്റെ ഇന്നലെ കഥാപ്രസംഗം കഴിഞ്ഞപ്പോ കൊണ്ടുവന്നതാ. കസേരയിൽ ഇരുന്നാലേ സാരിക്ക് ചുളിവ് വരും. അതാ. എങ്കിൽ പിന്നെ ഇതുവരെ കൊടുക്കണമെന്ന് എന്തായിരുന്നു ഇത്ര നിർബന്ധം? എനിക്കാണെങ്കി ഈ സാരി എന്ന് പറയുന്ന സാധനം അയ്യോ ആലോചിക്കാനേ വയ്യ. സാരി അങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഇതിന്റെ വില എത്രയാണെന്ന ശകുന്തളയുടെ വിചാരം? ഓ സാരിയൊക്കെ ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയില്ലേ. കൂടിയ ഒരു 10-600 രൂപയെ കാണും. 600? 1000 കൊടുത്താ പോലെ ഇതിന്റെ വാല കെട്ടാനായില്ല. രൂപ 25,000 മണി പോലെ എണ്ണിക്കൊടുത്ത് രമണേട്ടൻ വാങ്ങിയ സാരിയാ ഇത്. കാഞ്ചീപുരം പട്ടാ ഇത്. പക്ഷേ കണ്ടാ പറയില്ല കേട്ടോ. ഓ എനിക്കാണെങ്കി ഈ മോഡേൺ ഡ്രസ്സുകളോടാ താല്പര്യം. കല്യാണത്തിന് മറ്റൊരു സാരി കണ്ട് ഉടുത്തു. ആ സാരി ഇപ്പൊ എവിടാണെന്ന് പോലും എനിക്കറിയത്തില്ല. ശകുന്റെ കല്യാണ സാരി അല്ലേ? അതാ പഴയ അലമാരിൽ ഇരിപ്പുണ്ടല്ലോ. ഓ ഞങ്ങൾ പെണ്ണുങ്ങൾ സംസാരിക്കാൻ നേരത്തെ ഭാർഗവേട്ടൻ എന്താ കാര്യം? അടുക്കള വല്ല ജോലി നോക്കും. ഓ ഞാനൊന്നും പറഞ്ഞില്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, മംഗല്യവതികളായ സ്ത്രീകളെ പട്ടുസാരി ഉടുത്തോണ്ട് നടക്കുന്നതിന്റെ ചേലൊന്നും വേറെ തന്നെയാ. മാത്രമല്ല തറവാട്ടിൽ പിറന്ന സുന്ദരികളായ സ്ത്രീകളെ സാരി ഉടുക്കണമെന്നാ പ്രമാണം. അത് ശരി. അപ്പൊ ഈ മദാമ്മമാരൊക്കെ സാരി ഉടുക്കാത്തത് അവര് തറവാട്ടിൽ പിറക്കാത്തോണ്ടാ അല്ലേ? ഞാൻ നമ്മുടെ നാട്ടിലെ കാര്യ പറഞ്ഞേ. അയ്യോ വർത്താനം പറഞ്ഞു വന്ന കാര്യം പറയാൻ മറന്നുപോയി. ശകുന്തള, എനിക്കൊരാഗ്രഹം. നീ അത് സാധിച്ചു തരണം. അയ്യോ ഞാൻ എന്ത് ചെയ്തു തരാന്? അല്ല, നമ്മുടെ കുടുംബശ്രീയിൽ മിക്കവാറും പെണ്ണുങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാം. ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിക്കാൻ പോവാത്തത് അബദ്ധമായെന്ന് ഇപ്പഴാ തോന്നണേ. നമ്മൾ അവരുടെ മുമ്പിൽ നിൽക്കുമ്പോ ചെറുതായെന്നൊരു തോന്നല്. ശകുന്തള, നീ എനിക്കൊന്ന് ഡ്രൈവിംഗ് പഠിപ്പിച്ചു തരുമോ? ഫീസ് എത്രയായാലും എനിക്ക് പ്രശ്നമല്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല രമണി, പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ നിസ്സഹായ. ഈ ശകുന്തള ട്രാവൽസിന് ഒരു പോളിസി ഉണ്ട്. സ്ത്രീകളെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പാടില്ല. കമ്പനിയുടെ ബൈലോക്കെതിരെ നിൽക്കാൻ എനിക്ക് കഴിയില്ലെന്ന് രമണിക്ക് അറിയാലോ. ഐ ആം റിയലി സോറി. ഓഹോ അത് ശരി. അപ്പൊ നീ ഇവിടെയുള്ള ആണുങ്ങളെ മാത്രമേ ഡ്രൈവിംഗ് പഠിപ്പിക്കുള്ളൂ അല്ലേടി? അതെ. ഓ പെണ്ണായ ഞാൻ വന്ന് ചോദിച്ചപ്പോ പറ്റില്ല. നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ പഠിപ്പിക്കാൻ ഒരു മടിയില്ല. ഈ സൂക്കേടൊക്കെ എനിക്ക് മനസ്സിലായി. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. എന്റെ സ്വഭാവം വളരെ മോശം. അതും എനിക്കിപ്പോ മനസ്സിലായിടി. പക്ഷേ നിന്റെ വലയിൽ എന്റെ രമണേട്ടനെ വീഴ്ത്താന്ന് നീ സ്വപ്നം കാണണ്ട. ഓ ഒരു ശീലാവധി വന്നിരിക്കുന്നു.
നീ ചെവി നുള്ളിക്കോടി. ഡ്രൈവിംഗ് സ്കൂളിന്റെ മറവിലെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ഞാൻ നാട്ടിൽ പാട്ടാക്കോടി. നോക്കിക്കോ. നിർത്തടി. ഇനി ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ നീ ഇവിടുന്ന് നേരെ ചൊവ്വേ പോവില്ല. ഓ പിന്നെ എങ്കിൽ എനിക്ക് അതൊന്ന് കാണണം. നീ എന്താടി മൂക്കി വലിച്ചു കയറ്റുവോ? ഓ പിന്നെ എന്റെ നേരങ്ങ കയ്യോങ്ങി നിന്നെ കൊല്ലും ഞാൻ. തെറി പറയരുത്. അടിക്കാട്. എന്റെ ദൈവമേ, രണ്ട് ശത്രുങ്ങൾ തമ്മിൽ അങ്ങോട്ട് യുദ്ധം തുടങ്ങി. എങ്ങനെയെങ്കിലും സന്ധി സംഭാഷണത്തിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ കാര്യം പോക്കാം. ഇവളുമാരെ ഇന്ന് രമണി വെറുതെ അനങ്ങാതിരിക്കേ. വേലക്കാരൻ വന്ന് എന്റെ മേത്ത് കൈയോടണോ? പെണ്ണുങ്ങളുടെ തല്ലും ഒരു കാര്യമില്ലാതെ രണ്ടെണ്ണത്തിന്റെ അടി മേടിച്ചു കൂട്ടി. ഇതാ പറയണത്, വേലിലിരിക്കണത് വേണ്ടാത്തടത്ത് വയ്ക്കണ്ടാന്ന്. ഇനി അവരായി അവരുടെ പാടായി. ആരെങ്കിലും ഒരാൾ തട്ടിപ്പോകുമ്പോ ആംബുലൻസ് വിളിക്കാം. അതാ എന്റെ ആരോഗ്യത്തിന് നല്ലത്. അവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ ഗുലുമാൽ ഗുലുമാൽ. ഇവിടെ നോക്കിയ നടക്കണ ഇവിടെ. ദൈവമേ, ഗുലുമാലായല്ല ഇവള് തട്ടിപ്പോകുന്ന എനിക്ക് തോന്നണം. ആരെങ്കിലും കണ്ണിപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഈ വഴി വന്നിട്ടുമില്ല, ഈ പെണ്ണിനെ സൈക്കിൾ മുട്ടിയിട്ടുമില്ല. സമാധാനം ഉണ്ടാക്കിട്ട് പോയാ മതി. എന്ത് ചെയ്യണോ നിങ്ങൾ ഈ പറയണേ? ഇതിനെ എടുത്തോണ്ട് നീ ആശുപത്രി പോടാ. ആശുപത്രി പോകാൻ എനിക്ക് നേരം ഉണ്ടാവില്ല. അപ്പൊ നീ എനിക്ക് നേരം ഉണ്ടാവില്ലെന്ന്. ആശുപത്രി കൊണ്ടോക്കോളാം. ഏത് നേരത്താണ് അതുവഴി പോകാൻ തോന്നിയത്? പോയത് കൊണ്ട് കുഴപ്പമില്ല, സൈക്കിളിൽ കയറാൻ പോയതുകൊണ്ടല്ലേ. എന്നും നടന്നു പോകുന്ന ഞാൻ സൈക്കിളിൽ കയറേണ്ട വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? ദൈവാധീനത്തിന് അവള് തട്ടിപ്പോയില്ലല്ലോ, ഭാഗ്യം. ബോധം വന്നാ? എനിക്ക് എന്താ പറ്റിയ? കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. ഇനി ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ ഇനിയും കിടന്നോ. ഇവക്കെന്നെ മനസ്സിലായില്ല, ഭാഗ്യം. ഐ ആം പട്ടാളം ഭാർഗവൻ, ധീരനും പരാക്രമിയുമായ ഒരു എക്സ് മിലിറ്ററി. ആള് തൃപ്പെട്ടൊന്നു ഉഷാറായല്ല. ഡോക്ടർ, എനിക്ക് എന്താ പറ്റിയ ഡോക്ടർ? അതൊക്കെ വിശദമായി പിന്നെ പറയാടോ. ആദ്യേ കുട്ടിയുടെ ജീവൻ രക്ഷിച്ച പുണ്യാളോടെ നന്ദി പറയട്ടാ. അയ്യോ, അതൊന്നും വേണ്ട. ചുഴലി പിടിച്ചു ബോധം പോയ നിങ്ങളെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത് നീ നല്ലവനാട്ടാ. അപ്പൊ ഇഷ്ട ഞാൻ പോയിട്ട് വരട്ടാ. ആയിക്കോട്ടെ. ആണോ? ജീവിതകാലം മുഴുവനും ഞാൻ ചേട്ടനോട് കടപ്പെട്ടിരിക്കും. മരിച്ചാലും ഞാനിത് മറക്കില്ല. ഒരുപാട് നന്ദിയുണ്ട്. ആക്ച്വലി സത്യത്തിൽ എന്താ സംഭവിച്ചെന്ന് കുട്ടി ഓർക്കുന്നുണ്ടോ? റോട്ടിൽ നടക്കുമ്പോ തല കറങ്ങിയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. രക്ഷപ്പെട്ടു. അല്ല, ഈ തക്ക സമയത്ത് ഞാൻ അവിടെ വന്നതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടെന്ന് പറയായിരുന്നു. എനിക്ക് ചുഴലിയുടെ അസുഖമുണ്ട്. മാസത്തില് 2-3 പ്രാവശ്യം എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും താക്കോലോട്ട് എടുക്കാറുള്ളതാണ്. ഗതികേടിന് ഇന്നെടുക്കാൻ മറന്നുപോയി, അതാ പറ്റിയത്. താക്കോൽ എടുത്തില്ലെങ്കിൽ എന്താ, പകരം ഈ പട്ടാളം ഭാർഗവേട്ടൻ എത്തിയില്ലേ? എന്റെ ഭാഗ്യം. എന്റെയും. ആട്ടെ, എന്താ പേര്? ചാരുലത. അച്ഛന. ഞാനിനി ചാരുന്നേ വിളിക്കും. എന്റെ പപ്പയെ എന്നെ ചാരുന്നാ വിളിക്കുന്നേ. അപ്പൊ ഹസ്ബൻഡോ? അയ്യോ, അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. സത്യമാണോ? എങ്കിൽ ഇനി ഞാൻ മറ്റൊരു സത്യം കൂടി പറയാം. കറതീർന്ന രാജ്യസ്നേഹിയും എക്സ് മിലിറ്ററിയുമായ ഈ പട്ടാളം ഭാർഗവനും ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. പക്ഷേ കണ്ടാ പറയില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ജീവിതത്തിന്റെ കയറ്റങ്ങളിലൂടെയും ഇറക്കങ്ങളിലൂടെയും കുഴികൾ നിറഞ്ഞ കൊടും വളവുകളിലൂടെയും അഗാധ ഗർത്തങ്ങൾ നിറഞ്ഞ ഗട്ടറുകളിലൂടെയും വിരിമാറ് വിടർത്തിപ്പിടിച്ച് ഒരു കാളക്കൂറ്റന്റെ ചങ്കൂറ്റത്തോടെ ഈ
ഈ പട്ടാളം ഭാർഗവൻ നടന്നു കഴിഞ്ഞു. യെസ്, ഇതുവരെ എന്റെ ജീവിതയാത്രയിലെ നായികയെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ശാരു. ഗട്ടറിലും ഗർത്തത്തിലൊന്നും ചാടിയിട്ടില്ലെങ്കിലും പറ്റിയൊരു പുരുഷനെ എനിക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ചേട്ടാ, ഒരു പക്ഷേ ഒരു നിമിത്തമായിരിക്കും ഈ ചുഴലി. യെസ്, കുട്ടിയുടെ ഈ ചുഴലി ഒരു രോഗമായിട്ട് ഞാനിപ്പോ കാണുന്നില്ല. ഏതോ കരകാണ കടലിടുക്കിൽ നങ്കൂരമിട്ട് കിടക്കുന്ന 2 ജീവിതങ്ങളെ കൂട്ടിയിണക്കുന്ന കൊറിയർ സർവീസാണ് ഈ ചുഴലി. ചേട്ടൻ ആളൊരു രസികനാണല്ലോ, എനിക്കിഷ്ടായി. ഇത് വെറും സാമ്പിൾ വെടിക്കട്ട. ഇനി വരുന്ന ഒരുപാട് രസങ്ങളുടെ ആവനാഴിയാണ് ഈ ശരീരം. ബൈ ദ ബൈ, കുട്ടിയുടെ പപ്പയെ പറ്റിയൊന്നും പറഞ്ഞില്ലല്ലോ. പപ്പ എന്ത് ചെയ്യുന്നു? പപ്പ മിലിറ്ററിയിലെ കേണലായിരുന്നു. കേണലോ എന്ന് വെച്ചാരാ? അത് ശരി. അപ്പൊ ചേട്ടൻ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞിട്ട് കേണലെന്ന് പറഞ്ഞ എന്താന്ന് അറിഞ്ഞൂടെ? എന്റെയൊക്കെ ഈ പട്ടാള ജീവിതത്തിൽ കേണൽ എന്ന് പറഞ്ഞ ആളൊന്നുമില്ല. ഞാൻ തന്നെയായിരുന്നു അവിടുത്തെ ടോപ്പ്. പിന്നെ ശാരു, ഇനി മുതൽ ശാരുവിന് ചുഴലി വരുമ്പോൾ കൂടെ കൊണ്ടു നടക്കാറുള്ള താക്കോൽ കൂട്ടമായി ഈ ഭാർഗവേട്ടനെ കണ്ടുകൂടെ? ഒന്ന് വേഗം വാന്ന്. എടോ, പട്ടാളം നടന്നു കടന്ന് കാല് കളർന്ന് ആ കവലെന്നൊരു ഓട്ടോ വിളിച്ചാ മതിയായിരുന്നു. ഇനിയിപ്പൊ കഷ്ടിച്ചൊരു 1.5 ഫർലോങ് കൂടി നടന്നാ മതിയെന്ന്. കിലോമീറ്റർ 2 നടന്നു. തന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞല്ലോ ഒരു ടാക്സി വിളിച്ച് പോന്നാ മതി. അതൊന്നും വേണ്ട. ഷാരുവിന്റെ പപ്പയ്ക്ക് ആർഭാടങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. സാരമില്ല, നമുക്ക് വേഗം നടക്കാം. വാ. എനിക്കൊരു ഡൗട്ട്. പെണ്ണിന് പട്ടാളത്തിന് ഇഷ്ടമാണെങ്കിലും ആ കിഴവൻ കിണലിന് പട്ടാളത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും? അതിന് എനിക്കെന്നാ ഒരു കുഴപ്പം? ആവശ്യത്തിന് ഗ്ലാമർ ഇല്ലേ, പത്രാസില്ലേ, സമ്പത്തില്ലേ? എന്നാലും പട്ടാളത്തിന്റെ മെലിഞ്ഞുണങ്ങിയ കോലം കാണുമ്പോ. കോലോ? എടോ, ഇത് കോലവും കീലൊന്നും അല്ല. ഇതേ നല്ല 1-ാം സ്റ്റീൽ ബോഡിയാ വൈദ്യരെ. അതാ കേണലിനറിയില്ലല്ലോ. അതെ അതെ, ഞാൻ കെട്ടാൻ പോണത് കേണലിനാണോ? ആണോടോ? അല്ലല്ലോ. അയാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാന്യമായിട്ട് വിവാഹം നടത്തി തരും. അതല്ലെങ്കിൽ ഞാൻ എന്റെ ചാരുവിനെ വിളിച്ചിറക്കൊണ്ടുപോയി രജിസ്റ്റർ മാരേജ് ചെയ്യും. അത്ര തന്നെ. പട്ടാളം ബേജാറാവതിരിക്ക്, അങ്ങനെ ഒന്നും സംഭവിക്കില്ല. പട്ടാളം ധൈര്യമായിട്ട് നടക്കും. ഇതുവരെ വീട് എത്ര ആയില്ലേ പട്ടാളം? അല്ല, ചെറിയൊരു സംശയം. വല്ല വഴി തെറ്റിയൊന്ന്. ഞാനൊന്ന് ഷാരുവിനെ വിളിച്ചു. വിളിക്ക്. ഹലോ ഷാരു, കുരിശുവലയുടെ അവിടുന്ന് ഇടത്തോട്ടുള്ള വഴിയല്ലേ? അതെ, ഞങ്ങൾ ആ റോട്ടിൽ 3 കിലോമീറ്റർ നടന്നല്ലോ. അത്രയും വരണ്ടേ? പോസ്റ്റ് ഓഫീസിന്റെ നേരെ എതിർവശത്തുള്ള വഴിയോ? ശരി, ഞങ്ങൾ തിരിച്ചു കിടക്കാം കേട്ടാ. ഓക്കെ. സോറി, നമ്മളെ 2 കിലോമീറ്റർ വെറുതെ മുമ്പോട്ട് നടന്നു. 2 കിലോമീറ്ററാ? പറഞ്ഞിട്ട് ഏതാണ്ട് 15 കിലോമീറ്റർ നടന്ന പോലെയാണല്ലോ. പോസ്റ്റ് ഓഫീസിന്റെ കാര്യം ഞാൻ മറന്നുപോയി. അതാണ് പട്ടാളത്തിനോട് ഏതായാലും ഇറങ്ങി തിരിച്ചില്ലേ, ഇനി അനുഭവിക്കുക തന്നെ. 3 പേര് വഴിക്ക് പോയാ നടക്കില്ല എന്ന് ബീരാൻ അപ്പോഴേ പറഞ്ഞു. കരുനാക്ക് കുറച്ചൊന്നും പറയില്ലേട്ടാ. ആരെ എന്നെ നോക്കി നടക്കുവാടാ? റോട്ടിക്കൂടെ ഒന്ന് പിടിച്ചാലോ? പിടിക്ക്. നിക്ക് ഒരു സെക്കൻഡേ. എന്റെ വണ്ടിയെ കണ്ടോളാടാ വിലങ്ങൻ ചാടാനായിട്ട്. നീ പട്ടാളത്തിന് ഇടിച്ചിട്ടും പോലെ പുള്ളിയുടെ കരത്തിന് അടിക്കാൻ കൂടെ വേണം. നിനക്ക് ഹോൺ അടിച്ചിട്ട് വന്നുകൂടാ? 1/2 കിലോമീറ്റർ മുമ്പ് തൊട്ടേ ഞാൻ ഹോൺ അടിച്ചോണ്ടാ വരുന്നത്. നീ ഒരു പറയണ്ട. അയ്യോ, വഴി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? കുറച്ച് ചുറ്റി, എന്നാലും കൃത്യമായിട്ടൊക്കെ എത്തി. പപ്പ വന്നു തോന്നുന്നു. ഞാൻ പോയി നോക്കിട്ട് വരാം. നിങ്ങൾ കാപ്പി കുടിക്കും. നല്ല അസല് ചായ. ഇനി പട്ടാളത്തിന് ഡെയിലി ആ വളയിട്ട കയ്യിൽ നിന്ന് ചായ കുടിക്കാലോ. നല്ല വളയിട്ട ചായ. ചായ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ലതാ. നല്ല മധുരോട്ട് എടുത്ത് കഴിച്ചോളൂ. അതല്ല ചോദിച്ചത്, പെണ്ണെങ്ങനെയുണ്ടെന്ന്. പെണ്ണ കൊള്ളാം. ഭർത്താവ് ഭാര്യയെ തലക്കടിച്ചു കൊന്നു. പത്രം കൊണ്ടുവന്നേ. കേണൽ വരുമ്പോ ഒട്ടും ഗമ കുറയ്ക്കണ്ട. ഞാൻ തന്നെ വായിച്ചോളാം. ജാടനിരുന്നോ? അയ്യോ, ഇതെന്താ പപ്പ പറ്റിയേ? ഒന്നും പറയണ്ട മോളെ. ഞാൻ വളരെ മാന്യമായിട്ട് റോട്ടിൽ കൂടെ ബൈക്ക് ഓടിച്ചോണ്ട് വരുക. അപ്പൊ 3 മാന്യന്മാർ റോഡിന്റെ നടുക്കൂടെ കുജുകുജാന്ന് വർത്താനം പറഞ്ഞുകൊണ്ട് വരുക. അതിൽ വണ്ണം കുറഞ്ഞ ഒരുത്തരുണ്ട്. അവനാണ് റോഡിന് നടുക്കൂടെ തന്നെ നടക്കുള്ളൂ. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞ് തിരുവാതിര കളിച്ച് ഞാൻ അറിയാതെ ഓടിച്ചെന്ന് ബൈക്ക് കൂടെ ഒറ്റയിടി. അവൻ അടിച്ചു കണ്ടി താഴെ പോയി. അവൻ അവിടെ നിന്ന് എണീറ്റ് വന്ന്
കൂടെ ഉണ്ടായിരുന്ന 2 ഗുണ്ടകളെയും കൂട്ടി എന്നെ ബൈക്കെ ചാരി നിർത്തി കൊടുക്കും പറഞ്ഞ് ഇടിച്ച് എന്റെ നട്ടലിലേക്ക് ഒരു പരിപാടിക്ക് ഇതൊക്കെ കണ്ട പോളെ. പപ്പയ്ക്ക് 2 തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു. എങ്ങനെ കൊടുക്കും? ഞാൻ 2 കൊടുക്കാൻ വേണ്ടി ഈ കൈ അങ്ങോട്ട് ഉയർത്തുവോ, ഒരു മൃഗത്തിന്റെ മുകളിൽ ഒരു വൃത്തികെട്ടവൻ ആ കൂടെ ഉണ്ടായിരുന്നു. അവൻ ഇങ്ങോട്ട് വന്നേച്ച് കയ്യിൽ മാന്യമായിട്ട് അങ്ങ് പിടിച്ചേച്ചു ഒറ്റ ഓടി കണക്കോന്നും പറഞ്ഞൊരു ശബ്ദം ഇവിടെ അങ്ങോട്ട് പോയി. ഇനി പപ്പാടെ ക്ലാക്കറ്റൊക്കെ കംപ്ലൈന്റ് ഉണ്ടോ ഒന്ന് എക്സ്റേ ചെയ്ത് നോക്കണം. അതേത് പപ്പ ഈ ക്ലാക്കറ്റ? മോളെ നമ്മളെ കൈക്കൊക്കെ ക്ലാക്കറ്റ ഉണ്ടല്ലോ, അതിന് കംപ്ലൈന്റ് ഉണ്ടോ എക്സ്റേ ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പപ്പയ്ക്ക് പോലീസിൽ പരാതി കൊടുക്കാൻ പാടില്ല. ഞാൻ അന്നേരം തന്നെ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. SI പറഞ്ഞു ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് 4 എണ്ണത്തിനെ 3 അല്ലേ പറഞ്ഞേ, ഇടിയുടെ ഇതില് തലേതീട് പോയിട്ട് 4 ഇപ്പൊ കാണുന്നേ. ഈ 3 എണ്ണത്തിനെ പിടിച്ച് അകത്തിടുന്ന് SI എന്നോട് വാക്ക് വന്നിരിക്കുക. മോളൊരു കാര്യം ചെയ്യ്, കുറച്ച് വെള്ളം തിളപ്പിച്ച് ദേഹമാസകലൊരു വേദന നല്ലോണം വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതെ പപ്പ, എന്നെ പെണ്ണ് കാണാൻ വരുന്നു പറഞ്ഞവരില്ലേ, അവര് വന്നിട്ടുണ്ട് പപ്പ. ആണോ? മിടുക്കന്മാർ ആമ്പിള്ളേരായ ഇതേപോലെ കൃത്യനിഷ്ഠ കാണിക്കണം. എവിടെ അവന്മാരിയ്ക്കുന്നേ? അകത്തിരിപ്പുണ്ട് പപ്പ. ആയിക്കോട്ടെ, എന്നാ അവരെ കണ്ടതിന് ശേഷം ആക്കാൻ കുളി. മോളൊരു കാര്യം ചെയ്യും, ഇപ്പൊ വെള്ളം ചൂടാക്കണ്ട, അവരെ കണ്ടതിന് ശേഷം മതി. ഓക്കെ. അതെ പപ്പ, എന്നാ ഇന്ന് തന്നെ പറഞ്ഞെല്ലാം ശരിയാക്കണേ പപ്പ. നീ അതൊന്നും എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട. ഞാൻ ആദ്യമായിട്ടല്ല ഇങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ കാണുന്നത്. ഞാൻ ശരിയാക്കിയോളാം, നീ അവിടെ ഇന്നാ മതി. ബഹളം വെക്കല്ലേ, ഞാൻ അവിടെ കാണാനല്ലേ പോകുന്നത്. നീ ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചാലോ? അല്ല ഇതിൽ ഏതാ ചെറുക്കൻ ഏതാ അമ്മാവൻ? എന്റെ മോളെ കൊടുക്കണ്ട ആർക്കാ? നീയോ അവിടെ വെച്ച് തന്നെ പോരാഞ്ഞിട്ട് ഗുണ്ടയും കൂട്ടിക്കൊണ്ട് വീട്ടിൽ വന്ന് ഇടിക്കാനായിട്ട് നോക്കുവാണോ നീ? മോളെ ആ തോക്കിങ്ങടുത്തെ ഇവന്മാരെ ഇത് കൊന്നിട്ടില്ല കാര്യം. അവന്മാര് പോയോ? എനിക്ക് കിട്ടാനുള്ളത് കിട്ടി, അവന്മാർക്കിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. മോളെ തോക്ക് വേണ്ട, ചൂടുവെള്ളം തന്നെ മതി. അസൂയ, വഞ്ചന, കുശുമ്പ്, ഏഷണി, കാലുവാരൽ, കണ്ണുകടി, പരദൂഷണം, ചതി എന്നിങ്ങനെയുള്ള കാര്യങ്ങളുടെ എല്ലാം കൂടപ്പിറപ്പായ എന്നാൽ നല്ലവരെന്ന് അഭിനയിക്കുന്ന ചില ആളുകൾ നമ്മുടെ നാട്ടിൻപുറത്തുണ്ട്. പലനാൾ കള്ളം ഒരു നാൾ പിടിക്കപ്പെടും എന്നാണല്ലോ ചൊല്ല്. മനസ്സിലിരിപ്പ് ശരിയല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പണി 10ന്റെ പുറത്ത് തന്നെ കിട്ടും. ഇവിടെ ഇതാ നമ്മുടെ കാഥികനും കിട്ടി 8ന്റെ പണി. ഫസ്റ്റ് അടിക്കാന്ന് പറയേയില്ല. അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. ആരെയാ? നിന്റെ ഭാര്യയോ? അല്ല, പിന്നെ അവളെ ആ ശകുന്തള ടീച്ചർ നിന്നോട് എന്ത് തെറ്റായത്? ഇവൻ തുടങ്ങാതിരുന്ന ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ ഓർക്കാപ്പുറത്ത് ശകുന്തള ടീച്ചർ തുടങ്ങിയത്. ആർക്കായാലും വിഷമം തോന്നും. ആ വിഷമം ഞാനങ്ങ് സഹിച്ചു. പോട്ടെ, സുന്ദരിയായ ഒരു പെണ്ണല്ലേ, ഒരു വനിതാ സംരംഭം തുടങ്ങുമ്പോ നമ്മളൊന്ന് സഹകരിക്കണമെന്ന് കരുതി. എന്നിട്ട് ഇപ്പോഴെന്ത് പറ്റി? ടീച്ചർക്ക് സൗന്ദര്യം പോരെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഇനി എന്തോന്ന് പറ്റാൻ, അവക്കിപ്പോ നമ്മളാരെങ്കിലും വേണോ? അത് കറക്റ്റാ കേട്ടോ. ഡ്രൈവിംഗ് പഠിക്കാൻ ചെല്ലുന്ന നമ്മുടെ സ്ഥിതി എന്താ? ബീവറേജിന് മുന്നിൽ ക്യൂ നിൽക്കുന്നത് പോലെ നമ്മൾ കാത്തു നിൽക്കണം. അവളാണെങ്കിലോ ഭാർഗവനെയും കയറ്റിക്കൊണ്ട് ഇങ്ങനെ നാട് ചുറ്റി നടക്കുകയല്ലേ. വേറൊരു കാര്യം കേട്ടാ, ബ്യൂറേജിന്റെ മുമ്പിൽ ക്യൂവിൽ പോലും നമ്മൾ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടില്ല. മനസ്സിലായോ? ഭാർഗവനെ മാത്രം ഒറ്റയ്ക്കല്ലേ അവള് പഠിപ്പിക്കുന്നത്. നമ്മളെയൊക്കെ പ്രൈവറ്റ് ബസ്സിൽ ആളെ ഇടിച്ചു കയറ്റുന്ന പോലെ കുത്തി നിറച്ചിട്ട് അവിടെ എവിടെയൊക്കെ ഒന്ന് പേരിന് പിടിപ്പിച്ചേ ചിറക്കി വിടും. നിന്നെ പിടിക്കാനും സമ്മതിക്കാം, എന്നെ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ല. അറിയാമോ? സ്റ്റിയറിംഗിലും ഗിയറിലും പിടിപ്പിക്കുന്ന കാര്യമാണോ പറഞ്ഞത്? വല്ല പുരോഗതി ഉണ്ടാ? പിന്നെ ഇപ്പൊ നല്ല ബാലൻസാ. ആദ്യം കയറണമെങ്കിൽ ഇവിടെ ആദ്യം വരണം. ഞങ്ങൾ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 3-4 മണിക്കൂറായി. ഇവിടെ ഡ്രൈവിംഗ് പഠിച്ചിട്ട് വീട്ടിൽ ചെന്നിട്ട് വേണം ഭാര്യക്ക് കഷായം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അവളെ ശ്വാസം മുട്ടലായിട്ട് വലിച്ചു ശ്വാസം വലിക്കുന്നുണ്ടല്ലോ. ഇനിയിപ്പൊ ശ്വാസം നിലച്ചാലും ഇവിടെ ക്യൂ സിസ്റ്റം തെറ്റിച്ചിട്ടുള്ള കടയില്ല. ഇന്ന് താനൊന്ന് സഹകരിച്ചാലേ നാളെ ഞാനവിടെ മാറി തരാം. വേണ്ട, നാളെ ഞാൻ ഇവിടെ തന്നെ വന്ന് നിന്നോളാം. എന്റെ വൈദ്യശാല ഒന്നും തുറക്കാതെ ഞാൻ ഇവിടെ നിൽക്കണം. അയ്യോ, ഇത്ര സമയമായില്ലേ, എന്നിട്ട് ഡ്രൈവിംഗ് തുടങ്ങിയില്ലേ? മനസ്സിലായില്ലല്ലേ? ദേ നോക്ക്, വാ കാണിച്ചു തരാം. ഈ കണ്ണും ചിരിക്കുന്ന മുഖമൊക്കെ കാണുമ്പോ എനിക്കൊരു സിനിമാ നടിയാണ് ഓർമ്മ വരുന്നത്. ഓ ചുമ്മാ, എനിക്ക് അത്ര സൗന്ദര്യമൊന്നുമില്ല. ഇതാ പറയണത് ആനക്ക് അതിന്റെ സൗന്ദര്യം അറിയില്ലെന്ന്. സത്യമാണോ? എന്ത്? ആനക്ക് അതിന്റെ സൗന്ദര്യം അറിയില്ലെന്ന്? അതല്ല, എന്നെ കാണാൻ സിനിമാ നടിയെ പോലെ ഉണ്ടെന്ന് പറഞ്ഞത്. സത്യം.
എന്റെ കാർഗിൽ പരമ്പര ദൈവങ്ങളാണ് സത്യം. എന്റെ ശകുനെ കാണുമ്പോഴെല്ലാം എനിക്ക് ആ നായികയാണ് ഓർമ്മ വരുന്നത്. ഏതാ നായിക? കിന്നാരത്തുമ്പികളിലെ നായിക. പ്രിയമുള്ള ഡ്രൈവിംഗ് വിദ്യാർത്ഥികളെ, നിങ്ങളെല്ലാവരും ഇവിടെ ശ്രദ്ധിക്കും. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. നിലവിലുള്ള ഫീസിനേക്കാൾ പകുതി ഫീസ് തന്നാൽ മതി. നിങ്ങളെ ഞാൻ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതാണ്. ഇവൻ വെറുതെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ ആരും പോവില്ല. അയ്യോ, ഞാനല്ല ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്നത് മിസ് കളമശ്ശേരിയായി 2 തവണ തെരഞ്ഞെടുക്കപ്പെട്ട സൗന്ദര്യ റാണിയായ മിസ് പാഞ്ചാലി. എല്ലാവരും കണ്ണു നിറച്ച് കണ്ടോളൂ. കമോൺ പാഞ്ചാലി. കൊല്ലണവള. എല്ലാവരും വരൂ. എന്തായാലും രമണൻ ഇങ്ങനെ ഒരു പണി തരുമെന്ന് ഞാൻ കരുതിയില്ല. കണ്ടില്ലേ, എല്ലാരും അതിന്റെ അകത്ത് കയറി. പോവാ രമണേട്ടാ. പോകാ. പാഞ്ചാലി അവിടെ നിന്നേ. ഇതാ ഹോർലിക്സ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിക്കേണ്ടതല്ലേ? രാത്രിയിൽ അധ്വാനം വേറെ. എന്താ രമണേട്ട വല്ല പറഞ്ഞോ? ഇന്നലെ രാത്രി ഒരു ബോളെ കണ്ടടച്ചില്ലെന്ന് പറഞ്ഞതാ. ഞാനും ഇന്നലെ ഉറങ്ങിയില്ല. അതെന്താ നീ ഉറങ്ങാന്? നിന്നെ വല്ല കൊതുകും കടിച്ചോ? ഏയ്, കൊതുകൊന്നല്ല കടിച്ചത്, ഈ പാഞ്ചാലി. പാഞ്ചാലി കടിച്ചു? അല്ലെന്നേ, ഈ പാഞ്ചാലി ഉറങ്ങാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? ഓരോ കുസൃതികൾ കാണിച്ചെന്റെ ഉറക്കം കളഞ്ഞു. നിന്റെ ഉറക്കം പോയി, എന്റെ മനസ്സമാധാനവും പോയി. എന്തൊക്കെ കഥകളാ ഇന്നലെ രാത്രി പാഞ്ചാലി പറഞ്ഞെന്നോ? കള്ളി. കഥയോ? എന്നോട് പറയാത്ത എന്ത് കഥയാ നിന്നോട് പറഞ്ഞത്? അയ്യേ, അതൊന്നും ആണുങ്ങളോട് പറയാൻ പറ്റിയ കഥകളല്ല. അത് ശരി. അപ്പൊ എല്ലാ എ സർട്ടിഫിക്കറ്റ് കഥകളായിരുന്നല്ലേ? എന്റെ ഈശ്വരന്മാരെ, നിങ്ങൾ ഇതൊന്നും കാണുന്നു കേൾക്കുന്നില്ലേ? ഞാനിനി ആണായിട്ട് ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? നിന്റെ എല്ലാ കഥയും ഞാൻ ഇന്നത്തോടെ തീർത്ത് തരാടാ. ഇറങ്ങി. എന്താ എല്ലാവരും കൂടി രാവിലെ എന്റെ കഥ വലുതും ബുക്ക് ചെയ്യാൻ വന്നതാണോ? അല്ലടാ, നിന്റെ കഥ കഴിക്കാൻ വന്നാ ഞങ്ങള്. ഞങ്ങൾ ആ പാഞ്ചാലി ഒന്ന് കാണാൻ വന്നതാ. ആരാ രമണേട്ട ഇവരൊക്കെ? ഞങ്ങളെ മനസ്സിലായില്ലല്ലേ? ഞങ്ങളാ പഞ്ചപാണ്ഡവന്മാര്. പാഞ്ചാലിയെ സ്വയംവരം ചെയ്യാൻ വന്നതാ. ഞാൻ അർജുനൻ, ഇത് യുധിഷ്ഠിരൻ, ഞാൻ ഭീമൻ. ഹനുമാനായിരുന്നു ചേരുന്ന പേര്. ഓ, നിന്ന് കഥ പറയാതെ അവളെ പിടിച്ചോട്ട് ഇറക്ക്. എടി നിനക്കെതിരെ ഒരു ടെസ്റ്റ് നടത്താൻ. ടെസ്റ്റോ? അതിവിടെയല്ല, അതൊക്കെ ആർടി ഓഫീസിലല്ലേ? എന്റെ പൊന്നുമോളി, ഇത് ആ ടെസ്റ്റ് അല്ല. നിനക്കെതിരെ ഞങ്ങൾ നടത്തുന്ന ഹോർമോൺ ടെസ്റ്റ്. രമണേട്ടാ, ആ പാവത്തിന് എല്ലാരും കൂടി പീഡിപ്പിക്കുന്നു. പോയി രക്ഷിക്കും രമണേട്ടാ. എന്നിട്ട് വേണം നിനക്ക് രാത്രി പോയി കഥ കേൾക്കാൻ. മുണ്ടിപ്പോകരുത്. ഞാൻ പാഞ്ചാലി അല്ല, ബാല്യയിൽ പെൺവേഷം കിടന്ന പരമുമാണ്. പരമച്ചേച്ചേ, ആര് പറഞ്ഞിട്ടാടാ നീ വേഷം കെട്ടി ഇത്രയും കാലം ഞങ്ങളെയൊക്കെ വിട്ടികളാക്കിയത്? എല്ലാ സത്യവും ഞാൻ പറയാം. ഇനി എന്താ കൂടുതൽ പറയാനുള്ളത്? അത് ശരി, അപ്പൊ ഇങ്ങനെയായോ കളി? അതെ, എല്ലാരും കേട്ടോ സത്യം. ചൗദ ട്രാവൽസ് പൂട്ടിയാൻ വേണ്ടേ ഈ രമണൻ ചേട്ടൻ എന്നെ പെൺവേഷം വെട്ടിച്ച് ഇവിടെ എത്തിച്ചത്. 300 ചെലവരാന്ന് പറഞ്ഞിട്ടേ എന്റെ ബാലേകളെ ഉപേക്ഷിച്ച് അവിടെ നിന്നത്. എന്നിട്ടിപ്പം ഇനിയുള്ള ഇടി മുഴ ഏക്ക് കൊടുത്തോ? നമ്മുടെ വാമനൻ നമ്പൂരിയുടെ പുള്ളിപ്പശുവില്ലേ, അതിശയം തന്നെ, ഒറ്റ പ്രസവത്തില് 2 മൂരിക്കുട്ടന്മാര്. അതെ, അതിനെ കൊടുക്കുവോ? അതെനിക്ക് എങ്ങനെ അറിയാം? അവിടെ പോയി ചോദിച്ചാലല്ലേ അറിയാൻ പറ്റൂ. ആ, തിരുമേനിയോട് തന്നെ ചോദിക്കാം. ആളില്ലത്ത് തന്നെ കാണുമല്ലോ അല്ലേ? ഇപ്പൊ അങ്ങോട്ട് പോണോന്നില്ല. തിരുമേനി ഇല്ലത്തില്ല. തിരുമേനിയുടെ ഭാര്യ ഹോസ്പിറ്റലല്ലേ?
എങ്കിൽ നാളെ രാവിലെ പോയിട്ട് തിരുമേനിയോട് ചോദിച്ചോളാം. അപ്പൊ നോം പറഞ്ഞു വന്നത് നോമിന് ഇനി ചത്താലും വിരോധം ഇല്ല. ഉണ്ടോ? വിരോധമുണ്ട്. എന്താ അത്? ഭാര്യ ഇരട്ട പ്രസവിക്കുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഭർത്താക്കന്മാര് ചാവാൻ നോക്കുവോ? ഈ ശപ്പൻ നോം അതല്ല പറഞ്ഞത്. സന്തോഷം കൊണ്ട് ചത്താലും വിരോധം ഇല്ലെന്നാ പറഞ്ഞേ. നാം അത്രമാത്രം ആഹ്ലാദിക്കണ്ടേ. കാവിൽ ഭഗവതിയുടെ കടാക്ഷം കൊണ്ടാ നോമിന്റെ വേളിക്ക് 2 ഉണ്ണികൾ പറഞ്ഞത്. ഈ സന്തോഷം നമുക്ക് നാട്ടിലെ എല്ലാരും അറിയിക്കണ്ടേ. നാടടച്ചും മധുര പലഹാരങ്ങൾ അങ്ങോട്ട് വിതരണം ചെയ്യണം. രാമ, നാം ഇപ്പോ 2 ഇരട്ട കുട്ടികളുടെ അച്ഛനായിരിക്കണു. നീ വേണം ഇനി എല്ലാം അങ്ങോട്ട് ചെയ്യാൻ. ഇതിൽ കൂടുതലായി ഞാൻ എന്താണ് തിരുമേനിക്ക് ചെയ്തു തരേണ്ടത്? രാമ, ഉണ്ണികൾക്ക് വേണ്ടി ക്ഷേത്രത്തില് പ്രത്യേക പൂജകളും വഴിപാടുകളൊക്കെ നടത്തണം. എന്തായാലും 2 ഉണ്ണികളായതുകൊണ്ട് ഇനി ഇപ്പോ അടുത്തെങ്ങും നോമിന് കുട്ടികൾ വേണ്ട. എന്താ, നാം ഒന്ന് വാസക്ടമി ചെയ്താലോ എന്നൊരു ആലോചന ഇല്ലായില്ല. അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്താ, അതിനൊന്നും ഇപ്പൊ പഴയ പോലെ ഫലം കിട്ടണില്ലെന്നുണ്ടോ? എന്നാ പിന്നെ നോമിന്റെ വേളിയുടെ കാര്യത്തിൽ അങ്ങോട്ട് ആലോചിച്ചാലോ? അത് ഗുണം ചെയ്യും, 100% ഗുണം ചെയ്യും. അതാ നല്ലത്. തിരുമേനിയോ? തിരുമേനി ഓർഡർ ആശുപത്രി വരികയാണോ ഞാൻ കരുതിയത്. അപ്പൊ വിശേഷങ്ങളൊക്കെ താനും അറിഞ്ഞിരിക്കണല്ലേ? നമ്മുടെ കറവക്കാരി മാധവി പറഞ്ഞു. അവളും അറിഞ്ഞിരിക്കണോ? ശിവ ശിവ. ഡോ രാമ, ഈ വാമനൻ നമ്പൂതിരിക്ക് ഒരു വിശേഷം ഉണ്ടായ ക്ഷണ നേരം കൊണ്ട് എങ്ങനെയാണോ ഇത് നാട്ടിൽ പാട്ടാവണേ? ഒരു ദുരന്തം ഉണ്ടാവുമ്പോ ജനം പെട്ടെന്ന് മണത്തറിയും തിരുമേനി. എന്താടോ താൻ പറഞ്ഞേ? അല്ല, ഈ സുനാമി, കൊടുങ്കാറ്റ്, വെള്ളപ്പൊക്കം ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ അറിയാൻ? തിരുമേനിക്ക് ഏതായാലും കോൾ അടിച്ചു. ഒരൊറ്റ പ്രസവത്തിൽ തന്നെ 2 ചൂണക്കുട്ടികളല്ലേ കിട്ടിയിരിക്കുന്നേ. എങ്ങനെ കിട്ടാതിരിക്കും? വാമനൻ നമ്പൂതിരിയുടെ അല്ലേ വിത്തോ അല്ലേ രാമ? അത് രജിസ്റ്ററില്. രജിസ്റ്ററിലോ? അല്ല, അത് രജിസ്റ്ററിൽ എഴുതണമെന്ന് പറയായിരുന്നു. നാമാരെ താൻ നോക്കിക്കോ, അടുത്ത കൊല്ലം ഇതേ നേരത്ത് ഇതിലും ബഹുമിടുക്കന്മാരായ 2 ചുണക്കുട്ടന്മാരെ കൂടി അടുത്ത പ്രസവത്തിലും തനിക്ക് കാണാൻ പറ്റും. എന്നിട്ട് ഞാൻ നോക്കിയിട്ട് തിരുമേനിയുടെ ഒരു ഷേപ്പും ഞാൻ കണ്ടില്ലല്ലോ. നാണനായരെ ഏത് കാര്യ പറഞ്ഞേ? തിരുമേനിയുടെ പുള്ളിപ്പശു ഇരട്ട പ്രസവിച്ച കാര്യം ഞാൻ പറഞ്ഞത്. രാമാ, വയ്യാവേലികൾ പലവിധമുണ്ട് നമ്മുടെ നാട്ടിൽ. ചിലർ വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലികളും പിടിച്ചു വലിക്കും. ഇവിടെ ഇതാ നിങ്ങൾക്കായി ഒരു 1.5 വയ്യാവേലി. അത് വലിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കും. രമണ, നീ പോയ കാര്യം എന്തായി? അതൊക്കെ നാടകരചന ഞാനാണെന്ന് അറിഞ്ഞപ്പോഴേക്കും പാട്ട് എഴുതാൻ വാലില്ലപ്പോഴും വാമദേവൻ സമ്മതിച്ചു. ഇത്തിരി കൂടുതലാണെങ്കിലും സാരമില്ല. ഈ നാടകത്തിലെ നായികയുടെ വിങ്ങിപ്പൊട്ടുന്ന മനസ്സിന്റെ ഏകാന്തതയുടെ മാലപ്പടക്കം പൊട്ടുന്ന പോലുള്ള പൊട്ടിത്തെറിക്ക് ആ തൂലികയ്ക്ക് കഴിയൂ. ആ വരികൾക്ക് ഞാൻ ചിട്ടപ്പെടുന്ന ഈടത്തിനൊപ്പം നമ്മുടെ നായിക വേദിയിൽ ആടിപ്പാടും. അതേ കിടക്കണം. നായിക ആടിപ്പാടുമല്ല, ആട്ടിപ്പായിക്കേത്. നിന്റെ നാടകത്തിലെ നായിക വേഷം ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. നായികയുടെ വേഷത്തിന് എന്താ കുഴപ്പം? കടം കയറി മുടിഞ്ഞൊരു നമ്പൂതിരി ഇല്ലത്തെ നിർത്തനായ ഒരു പെൺകുട്ടിക്ക് പാവാടയും ധാവണിയും അല്ലാതെ ജീൻസ് ടോപ്പ് വേണോ വേഷം? അയ്യോ, നായികയുടെ വേഷമല്ല ടീച്ചർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. നായികയായ തിലോത്തമയാണ് ടീച്ചർക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. തിലകോത്തമയല്ല, തിലോത്തമ. ആ പേരിനെന്താ കുഴപ്പം? നല്ല പൗരുഷമുള്ള സ്ത്രീ കഥാപാത്രമല്ലേ എന്റെ നാടകത്തിലെ തിലോത്തമ. റൊമാൻസിന് നായികയുടെ പ്രണയമില്ലേ? സെന്റിമെന്റ്സിന് നായികയുടെ ആട് കഴുത്തിൽ കയറ് ഉരുകി മരിക്കുന്ന സീനമുണ്ട്. നായകന്റെ വേലിയാട്ടമുണ്ടല്ലോ. ആക്ഷന് പകരം നാടകം കഴിയുമ്പോ നാട്ടുകാരുടെ വക നല്ല തല്ലും ഉണ്ടാവും അല്ലേ? ഈ പറഞ്ഞൊന്നും അല്ല പ്രശ്നം, നായികയുടെ ഒളിച്ചോട്ടമാണ് പ്രശ്നം. ഈ സീൻ ഒന്ന് മാറ്റിക്കൊടുത്ത ടീച്ചർ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രംഗം നാടകത്തിന്റെ ക്ലൈമാക്സ് ആണ്, അത് മാറ്റുന്ന പ്രശ്നമില്ല. ഈ അടുത്ത കാലത്ത് ഏതോ ഒരു സിനിമയിൽ 2 ക്ലൈമാക്സ് വന്നില്ലേ? അതുപോലെ ഈ നാടകത്തിന് നമുക്ക് 2 ക്ലൈമാക്സ് ഇട്ടാലോ? നടക്കില്ല. വഴിയെ പോയ വയ്യാവേലി എന്ന നാടകം ആർക്കും കയറി മേയാവുന്ന ഒരു വഴിയമ്പലമാക്കി മാറ്റാൻ സമ്മതിക്കില്ല. ശരീരത്തിനനുസരിച്ചാണ് വസ്ത്രം തുന്നാറ്, അല്ലാതെ തുന്നിയ വസ്ത്രത്തിനനുസരിച്ച് ശരീരം മുറിക്കാറില്ല. ഉഗ്രം ഡയലോഗാണത്. ഇത് നമ്മുടെ നാടകത്തിൽ ചേർക്കണം. നായികയായിട്ട് ശൗന്തള ഈ നാടകത്തിൽ അഭിനയിക്കണില്ലെങ്കിലേ ഞാനും ഇല്ല നാടകത്തിൽ അഭിനയിക്കാൻ. വേണ്ട, ഞാൻ തന്നെ നായകനായിക്കൊള്ളാം. എടാ, അപ്പൊ പള്ളിയിലച്ഛന്റെ വേഷം ആരെടുക്കും? 2 വേഷം ഒരാൾക്ക് ചെയ്യാമല്ലോ. അതിനെയാണ് ഡബിൾ റോൾ എന്ന് പറയുന്നത്. പിന്നെ അതൊക്കെ സിനിമയെ പറ്റും, നാടകത്തെ പറ്റിയല്ല. ഈ നാടകത്തിൽ നായകനും അച്ഛനും ഒന്നിച്ചു വരുന്ന സീനില്ലേ? ഉണ്ട്. നായകനും അച്ഛനും ഒരുമിച്ച് വരട്ടെ, അതിനെന്താ കുഴപ്പം? നായകന്റെ അച്ഛനായ ഉലകനാലല്ലേ ഇരിക്കുന്നത്. ഓ, ആ അച്ഛനല്ലടാ, പിന്നെ നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ? എന്റെ അച്ഛൻ 2 വർഷമായിട്ട് തളർവാദം പിടിച്ച് കിടപ്പില്ലല്ലേ, പിന്നെ എങ്ങനെ നാടകത്തിൽ അഭിനയിക്കുന്നത്? എടാ, നിന്റെ അച്ഛനല്ലടാ, നിന്റെ അച്ഛൻ വേഷവും പള്ളിയിലച്ഛന്റെ വേഷവും. മനസ്സിലായോ? പള്ളിയിലച്ഛനും നായകനും ഒരുമിച്ച് സ്റ്റേജിൽ വരുന്ന സീനില്ലേ? ഓ, അത് ശരിയാണല്ലോ.
അപ്പൊ നാടകത്തിൽ ഡബിൾ റോള് നടക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? നായകനായിട്ട് നമുക്ക് ആ കുമാരനെ വിളിച്ചാലോ? അവനാവുമ്പോ നാടകത്തിൽ അഭിനയിച്ചുള്ള മുൻപരിചയമുണ്ട്. ഏത് ആ തെങ്ങേറ്റക്കാരൻ കുമാരൻ? അവൻ വന്ന നായിക അവന്റെ കൂടെ ഒളിച്ചോടുകയല്ല, പണ്ടേ ഈ നായിക നാട് വിട്ടുപോകും. എന്നാ ഒരാളുണ്ട് നാടകവും സീരിയലും ഒക്കെ ആയിട്ട് നടക്കുന്നതാ, നമ്മുടെ നാസറില്ലേ, പോക്കറാജിയുടെ മോൻ. ഓനായാലെന്താ? അത് പരിഗണനാർഹമാണ്. ഇനി നമുക്കൊരു നായികയെ കൂടി വേണം. ദേ വരുന്നു നമ്മുടെ നായിക. അതിന് മൈമൂനൊക്കെ സമ്മതമാണെന്നറിയണ്ടേ? മൈമുനയുടെ ബാപ്പയല്ലേ നിൽക്കുന്നത്. വീരാ സമ്മതിച്ച മൈമുനെ സമ്മതിക്കും. ഞമ്മക്ക് വിരോധം ഉണ്ടായിട്ടല്ല, എന്നാലും ഈ സിനിമ നാടകം എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മക്ക് ഹറാമല്ലേ? ഹറാമോ? അപ്പൊ പ്രേം നസീർ മുതൽ മമ്മൂട്ടി വരെയും ബഹദൂർ മുതൽ കോട്ടയം നസീർ വരെയുമുള്ള മുസ്ലിങ്ങളല്ലേ സ്റ്റേജിൽ നാടകത്തിലൊക്കെ അടിച്ചു പൊളിച്ച് അഭിനയിച്ചിരിക്കുന്നത്. അതിലൊരു കണ്ണിയായി കൂടെ ഇക്കയ്ക്ക് മോൾക്കും. ഓള് കുട്ടിയല്ലേ? പിന്നെ കുട്ടി കല്യാണം കഴിച്ചു കൊടുത്താൽ ഇപ്പൊ കുട്ടിയായനെ. എന്നാലും അത് വേണോ? വേണം. കൂടുതൽ ഒന്നും പറയണ്ട, നാളെ തന്നെ റിഹേഴ്സൽ തുടങ്ങണം. അപ്പോ വഴിയെ പോയ വയ്യാവേലി നമുക്കൊരു വൻ സംഭവമാക്കി മാറ്റണം. എന്തായി തീരോ ആവോ? അതിലാകെ ഒരു പായുള്ളൂ, അത് ഞെക്കി കളയല്ലേ. ഒന്നാമത്തെ ഇവിടെ കിടക്കാൻ പായില്ലാണ്ടിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഡയലോഗ് പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു സംവിധായക നിലയിൽ എന്റെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ്. നശിപ്പിക്കരുത്. ഇട്ടോ അച്ചായും തുടങ്ങിക്കോ. എന്റെ മോളും ഇല്ലത്തെ തിരുമേനിയുടെ മോനും തമ്മിൽ അടുപ്പിൽ അടച്ചു. അടുപ്പിൽ എന്തെന്നാ അച്ചായി പറഞ്ഞേ? അടുപ്പിലല്ല, അടുപ്പത്തിലാണ്. ഒന്നും കൂടി ശരിയാക്കോളാം. എന്റെ മോളും ഇല്ലാത്ത തിരുമേനിയും അടുപ്പത്തിൽ അടച്ചു. എന്റെ ദൈവമേ, എന്തൊക്കെയാ പറയണത്? എടോ, ഇല്ലാത്ത തിരുമേനും തന്റെ മോനും തമ്മിൽ എങ്ങനെയോ ബന്ധം ഉണ്ടാവണേ? ഇല്ലത്തെ തിരുമേനി. സോറി ഇപ്പൊ റെഡിയാക്കി തരാം. എന്റെ മകളും ഇല്ലത്തെ തിരുമേനിയുടെ ബന്ധുവുമാണോ ബന്ധം? അയ്യോ, എന്തൊക്കെ ഈ പറയണേ? അപ്പൊ തിരുമേനിയുടെ മകൾ എവിടെ പോയോ? മകൾ ഈ സൈഡിൽ കുളിക്കാൻ പോകുന്നല്ലേ ഭാർഗവും പറഞ്ഞത്. തിരുമേനിയുമായിട്ടല്ലോ, മകളുമായിട്ടല്ലേ ബന്ധം. അച്ചായൻ എന്തിനാ മകളെ ഒഴിവാക്കിയത്? ഞാൻ മകളെ ഒഴിവാക്കിയത് കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായിട്ട് എനിക്ക് മക്കളുണ്ടായിട്ടില്ല, പിന്നെ ഞാനങ്ങനെ മകളെ ഒഴിവാക്കണം. ശരിയാവൂല. ശരിയാവൂല. ഇങ്ങോട്ട് മാറിയിരുന്നു. ഇനി ഡയലോഗ് പഠിച്ചിട്ട് ശരിയാക്കിയാ മതി കേട്ടാ. മാറിയിരിക്കാം അവിടുന്ന്. അവിടെ ഇനി തിരുമേനി വാ. തിരുമാനാണെങ്കിൽ ഞാൻ ഓ, ഒന്ന് അവിടെ പോയിരിക്കണം. അവിടുന്ന് തിരുമാൻ വന്നേക്കണ്. ബീരാനിക്ക, നിങ്ങളല്ലേ തിരുമേനിയുടെ വേഷം ചെയ്യണേ? നിങ്ങളല്ലേ? അയ്യോ, ഞമ്മളത് മറന്നുപോയി. ആ തൊപ്പി എടുക്ക് വീരാനിക്ക. നമ്പൂരിക്ക് എന്തിനാ മാപ്പിള തൊപ്പി? അത് തട്ടേ കയറി നാടകം കളിക്കുന്നതിന് മുമ്പ് എടുത്താ പോരെ? പോരാ, അഭിനയിക്കുന്ന നടന്റെ രൂപവും ഭാവവും ഒന്നായാലേ കഥാപാത്രത്തിന്റെ ആത്മാവ് ഉള്ളിൽ കയറും. ആത്മാവൊക്കെ ഉള്ളിൽ കയറിയാ ഇറക്കിടാൻ പാടുപെടേണ്ടി വരും. എന്റെ ദൈവമേ, ഇതിലും ഭേദം അതിർത്തി കിടന്ന് വെടികൊണ്ട് ചാവണമായിരുന്നു. സ്ഥലത്ത് കയറി കട്ട ഞങ്ങൾക്ക് പേടിപ്പിക്കണം. എടോ വൈദ്യരെ. വൈദ്യരല്ല, രാമങ്കരി കുറുപ്പ്. ഓ, മനസ്സിലായില്ലേ? അതായത് തിരുമേനിയുടെ കാര്യസ്ഥൻ. മനസ്സിലായോ? മനസ്സിലായോ? എടോ രാമ വരെ നശിപ്പിച്ച്. എന്താ ബിരിയാണിക്ക് ഈ കാണിക്കണേ? ഞാൻ പറഞ്ഞിട്ടില്ല വിസിലടിച്ച ഉടനെ ഡയലോഗ് തുടങ്ങരുതെന്ന്. മുമ്പിൽ ഒരു തുണിയുണ്ട്, അത് പൊക്കി കഴിഞ്ഞിട്ടേ ഡയലോഗ് തുടങ്ങാവുള്ളൂ. ഓ, തുണിന്ന് ഉദ്ദേശിച്ചത് കർട്ടൻ, തിരശീല. മനസ്സിലായോ? പറ. എടോ മരക്കരി കുറുപ്പ്. മരക്കരി? എന്തായാലും കരി തന്നെയല്ലേ. വൈദ്യർക്കാവുമ്പോ അത് ചേരുകയും ചെയ്യും. ഈ വായിക്കൊള്ളാത്ത വർത്താനങ്ങളൊന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. എന്ത് പണ്ടാരെങ്കിലാട്ടെ, ബാക്കിയുള്ള പറഞ്ഞ് തൊലക്കി. എടോ മരക്കരി കുറുപ്പേ, ഞമ്മൾ എന്താണ് ഈ കേക്കണത്? ഞമ്മടെ മോള് മൈമുനെ. നമ്മുടെ മോള് മൈമുനെ അല്ല, നമ്മുടെ മകൾ തിലോത്തമയും. അല്ലോ, ഈ പ്രാവശ്യം ക്ഷമിക്കും. എടോ മരക്കരി കുറുപ്പേ, ഞമ്മൾ എന്താണ് കേക്കണത്? ഞമ്മടെ മകൾ തിലോത്തമയും. ഈ തോക്കിൽ ഉണ്ടെങ്കിൽ ഞാൻ സ്വയം വെടിവെച്ച് ചത്തേനെ. ക്ഷമിക്കും ഭാർഗവ, ക്ഷമിക്കും. ഞാൻ പറയാം. നമ്മുടെ മകൾ തിലോത്തമയും കൂട്ടിക്കൊടുപ്പുകാരൻ ഉലകന്നാന്റെ മകനും ഒരുമാതിരി തോന്നിയോസം പറഞ്ഞാണ്ടല്ല. ഈ വയസ്സും പ്രായമൊന്നും ഞാൻ നോക്കൂല. അല്ലോ, ഞാനിപ്പോ പറഞ്ഞില്ല. എന്താ ഭാർഗവ കുഴപ്പം? കൂട്ടിക്കൊടുപ്പുകാരനല്ല, കുടികടപ്പുകാരൻ എന്ന് പറഞ്ഞാൽ കുടിയൻ, അതായത് കർഷകൻ. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. എടോ, കുടിയൻ ഉലകന്നാന്റെ മകനും തമ്മിൽ അടുപ്പത്തിലാണത് കേട്ടത്, നേരെയാണോ? അതേ തിരുമേനി. ഞമ്മളത് വിശ്വസിക്കൂല.
അവൻ തന്നെയാണ് മുന്നിൽ നിന്നത്. ആ നഗ്ന സത്യം ഞാൻ എന്റെ ഈ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടതാണ് തിരുമേനി. എന്നിട്ട് ഞാനത് നോക്കി നിന്നോ? എടോ വൃത്തികെട്ടവനെ, നാടകത്തിൽ ഇല്ലാത്ത ഡയലോഗുകൾ ഇവിടെ അനുവദനീയമല്ല. സംവിധായകന്റെ ക്ഷമ പരീക്ഷിക്കാതെ രണ്ടുപേരും പോയി ഡയലോഗ് പഠിക്കും. എന്തൊരു സാധനം. എന്റെ രമണ, എന്താണ് നിന്റെ നാടകത്തിന്റെ പേര്? ഓ എന്റെ പൊന്നു ദൈവമേ, എന്തിനാടാ ഈ വയ്യാവേലിൽ എല്ലാത്തിനും എന്റെ തലയെ കെട്ടിവെച്ചത്? അമ്മയായിട്ട് അഭിനയിക്കുന്ന ടീച്ചറല്ലേ ഏറ്റിരിക്കുന്നത്? ആ ടീച്ചർക്കുള്ള റിഹേഴ്സലേ ഞാൻ വീട്ടിൽ വെച്ച് നടത്തിക്കോളാം. ആദ്യം നിങ്ങൾ ഡയലോഗ് പഠിച്ച് റിഹേഴ്സൽ ചെയ്യാൻ നോക്കും. ഡയലോഗ് പഠിച്ചല്ല. എവിടാ ഡയലോഗ് പഠിച്ച്? എവിടാ? ഇല്ലത്തെ കോവിലൊക്കെ തമ്പുരാനുമാണോ? ഇറങ്ങിപ്പോടോ, ഇറങ്ങിപ്പോടോ. പോയി പഠിച്ചിട്ട് മര്യാദ വന്നോ. ഇല്ലത്തെ തമ്പുരാറ്റി. ഈ സമയം ജോസുകുട്ടിയും തിലോത്തമയും വേദിയിലേക്ക് ചുവടുകൾ വച്ചു വച്ചു വരുന്നു. എന്താടാ നിന്റെ കാലിൽ ആണിയുണ്ടോ? അല്ല, വേദിയിലേക്ക് ചോടുകൾ വെച്ച് വരാനല്ലേ ഇപ്പൊ സാറ് പറഞ്ഞു. രണ്ടുപേരും ഡയലോഗുകൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ഞാൻ ഓക്കെ, പക്ഷെ ഈ കുട്ടിക്ക് അഭിനയിക്കാൻ താല്പര്യമില്ല പോലും. അത് നീ അല്ല തീരുമാനിക്കേണ്ടത്. അല്ല, ഈ കുട്ടി തന്നെയാ. മൈമുന, ആദ്യമൊക്കെ എല്ലാവരും ഇങ്ങനെയാണ്. ഉർവശി, മേനക, രംഭ, മഞ്ജുവാര്യർ, കാവ്യമാധവൻ ഇവരൊക്കെ ആദ്യാഭിനയത്തിന്റെ കടമ്പയിൽ തട്ടി വീണവരല്ലേ? ആ അത് വിവരമില്ലാത്തോണ്ടാ. ഒരാള് തട്ടി വീണ കണ്ട പുറകെ ഉള്ളവർക്ക് അത് കാണാൻ പാടില്ല. അപ്പൊ വഴിമാറി നടന്നു പോയാ പോരെ. മൈമുന, ഇത് നമ്മുടെ ഒരു കുടുംബകാര്യമായി നീ അങ്ങ് കണ്ടാ മതി. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ വഴിയെ പോയ വയ്യാവേലി ഈ ഒറ്റ വേദി കൊണ്ട് കേറി അങ്ങ് ഹിറ്റാവും. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് അഭിനയിക്കേണ്ടി വരും. ഡയലോഗ് പറ, ഡയലോഗ് പറ. അല്ല, എന്റെ അല്ലേ? വായിൽ കൊരണ്ടിപ്പലയുമായി ജനിച്ചവളാണ്. എന്ത് പണ്ടാരാടേ ഈ പറയണത്? കൊരണ്ടിപ്പലകയല്ല, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവളാണെന്ന്. അത് പിന്നെ ഞാൻ പറഞ്ഞോളാം. ഫസ്റ്റ് ആയതുകൊണ്ടോ ടൈം വ്യത്യാസേ. ഞാൻ സാധാരണ നാടകങ്ങളെ കേട്ടോ ചെയ്യാറില്ല. കംപ്ലീറ്റ് സ്റ്റീരിയലാണ്. അപ്പൊ പിന്നെ അതുമായിട്ട് ജനിച്ചവളാണ് ഞാനോ. പാടത്തെ ചേറിയിലും ചെളിയിലും കിടന്ന അടിമയെ പോലെ പണിയെടുത്ത പോത്താണ് ഞാൻ. തിരിച്ചു പറയടാ. എങ്ങനെ തിരിച്ചു പറയാ? പോത്ത് മുമ്പിൽ വരട്ടെ. പോത്ത് മുമ്പിൽ വന്ന കാലം വരികയല്ലേ? അതല്ലെന്ന്, മര്യാദക്ക് പറയാൻ. മറ്റേ തിരിച്ച് പോത്തിനെ പോലെ പണിയെടുക്കുന്ന വെറും ഒരു അടിമയാണ് ഞാൻ. അടിമ. അരുത് ജോസൂട്ടി, അരുത്. ചോറ് പുരണ്ട ഈ കൈകളാണ്. ചോറ് പുരണ്ട കൈകളല്ല, ചേറ് പുരണ്ട കൈകൾ. അതാണ് നായികയുടെ ഭാവം. ഇതല്ല. ഡയലോഗ് പറയുമ്പോൾ കാമുകന്റെ ചേറുപുരണ്ട കൈകൾ കൂട്ടിപ്പിടിക്കണം. അതെ അതെ, അത് വേണം, അത് വേണം. എങ്കിലേ യഥാർത്ഥ പ്രണയത്തിന്റെ വികാരം മുഖത്ത് തെളിയൂ. എന്നെ കൊണ്ട് പറ്റൂല. നാടകത്തിലല്ലേ, ജീവിതമല്ലല്ലോ. എന്താ ഭാർഗവ, എന്ത് പറ്റി? ഇങ്ങോട്ട് മാറിയുന്നേ. അതായത് ഈ മൈമൂനയ്ക്ക് ഇവന്റെ കയ്യിൽ പിടിക്കാൻ ഒരു മടി. അതാണ്. എന്റെ മോളെ, ഓന്റെ കൈയൊന്ന് പിടിച്ചു എന്ന് വിചാരിച്ചു ഒന്നും സംഭവിക്കാൻ പോകില്ല. അപ്പൊ നേരത്തെ കണ്ട മ്ലേച്ഛന്റെ കൈ പിടിക്കുന്നോടിന്ന് ചോദിച്ചു ബാപ്പ എന്നെ അടിച്ചതോ? അത് നാടകത്തിലെ ബാപ്പ, ഇത് ജീവിതത്തിലെ ബാപ്പ. മോള് ധൈര്യമായിട്ട് പിടിച്ചോളി. അഭിനയല്ലേ പിന്നെ? അതെ, ആരും ഇങ്ങനെ ഒറിജിനൽ ആഭരണങ്ങൾ ഉപയോഗിക്കാറില്ല. നാടകത്തിലൊക്കെ ഇമിറ്റേഷൻ കൊണ്ടുള്ള സാധാരണ ആൾക്കാരൊക്കെ ഉപയോഗിക്കാറില്ലേ. ഇതൊക്കെ എന്റെ കല്യാണത്തിന് വേണ്ടി എന്റെ വാപ്പ വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാ. നഷ്ടപ്പെടാതെ നോക്കണം. അതെ, ഇതൊക്കെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിട്ടാണ് മൊത്തം ഇങ്ങെടുത്തോണ്ട് പോരാൻ ഞാൻ പറഞ്ഞത്. അല്ലേ മൈമുന? സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വില. അത് ശരി, നീ വേഷം പൂഷമൊന്നും മാറിയിട്ടില്ലേ? ഞാൻ ഈ മൈമുനയുടെ മേക്കപ്പ് ഒഴിഞ്ഞോന്ന് അറിയാൻ വേണ്ടി അതൊക്കെ നോക്കാൻ ഇവിടെ ഞാനുണ്ട്. എന്നാലും നായകന്റെ കടമയല്ലേ നായകൻ. പഴയ ഒളിഞ്ഞോട്ടൊന്നും മാറ്റിയിട്ടില്ലേ? പോടാ, പോയി വേഷം മാറാ. പോടാ. ഇപ്പൊ വരെ കിട്ടും മൈമുന. ഒരു മിനിറ്റ്. ഓക്കെ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും ആർക്കറിയാം. ഞാൻ അടുത്ത് ഓ ഇയാളെ ഞാൻ വെടിവെച്ച് ഞാൻ കൊല്ലും. ഞാൻ എന്റെ ഡയലോഗ് തെറ്റാണല്ലോ. എന്റെ ഉൽഹനാനെ, ഇനി നാടകം തുടങ്ങാൻ ഏതാനും നിമിഷങ്ങളേ ഉള്ളൂ. അപ്പോഴാണോ തന്റെ സംശയം? അതെ, ഭാർഗവ ചേട്ടന്റെ സ്വപ്നമായി നാടകം. ദൈവത്തോർത്ത് നിങ്ങൾ ആരും കുളവാക്കരുത്. അതെ, എല്ലാവരും ഡയലോഗ് ഒരു പ്രാവശ്യം കൊണ്ട് മനസ്സിലൊന്ന് പറഞ്ഞു നോക്ക്. മറന്നുപോയാ പുറകുന്ന ഡയലോഗ് പറഞ്ഞു തരും.
സ്റ്റേജില് വെച്ച് മറന്നാലേ കർട്ടന്റെ പുറകെ നിന്ന് ഭാർഗവൻ ചേട്ടൻ പറഞ്ഞു. രമണ, നിന്റെ ലോഹി എവിടെ പോയി? ഈ വേഷത്തിലാണോ പള്ളിയിലച്ചൻ കേറണത്? അതിന്റെ ബട്ടൺസ് പോയി, അത് തുന്നാൻ വേണ്ടി കൊണ്ടുപോയിരിക്ക. ഈ നേരത്താണോ അതൊക്കെ കൊടുത്തു വിടുന്നത്? ഇതുവരെ ആരും റെഡി ആയില്ലേ? നാടകം തുടങ്ങാറായി. ഇപ്പോഴാണ് ഒരു സംവിധായകന്റെ ടെൻഷൻ എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അയ്യോ, പാട്ടിട്ട് ദൈവമേ, ഇപ്പൊ നാടകം തുടങ്ങുമല്ല. എടാ ജോസ് എവിടെ? ജോസ് ഭഗവാൻ എന്റെ ലോഹം നടത്തില്ല. ഒറ്റ ജോസ് എവിടാ? ദേഹത്ത് കുറച്ച് കരിവാരിഞ്ഞെങ്കിൽ ഇത്രയും സമയം അയ്യോ, എന്നാ തിലോത്തമനെയും കൂടെ വിളിക്ക്. ആദ്യത്തെ സീനിൽ നായിക ഉള്ളതല്ലേ? എവിടെ തിലോത്തമ? അയ്യോ, കാണുന്നില്ലല്ലോ. തിലോത്തമ എവിടെ പോയി? ഒന്നിനു പോയിട്ട് വരാന്ന് പറഞ്ഞു പോയതാ. ഒന്നിനു പോകാനെന്തിനാണ് രണ്ടുപേര് പോകുന്നു? കഷ്ടം നോക്കണേ. അതെ, നാസറും മൈമനും കൂടി കുറച്ചു മുമ്പ് ഒരു ഓട്ടോറിക്ഷ കയറിപ്പോയി. ഈ കത്തി ഇവിടെ തരാൻ പറഞ്ഞു. കത്തിയോ? കത്തിയല്ല, കത്ത്. അല്ല, നമുക്ക് വേണ്ട, നാടകം തുടങ്ങാനുള്ള. പ്രിയപ്പെട്ട ബാപ്പ, വഴിയെ പോയ വയ്യാവേലിയിൽ നാസറിന്റെ നായികയാവാൻ ബാപ്പ തന്നെയല്ലേ നിർബന്ധിച്ചത്? അതിപ്പോ ഒരു ഒഴിയാ ബാധയായി. ഞങ്ങൾ പോകുന്നു. മൈമൂന. എവിടാ നമുക്ക് ഇപ്പോഴാണ് എന്റെ നാടകം ശരിക്കും വയ്യേ പോയ വയ്യാവേലിയായത്. എന്റെ മൈമുന. മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. ഇതിൽ വലിയ അതിശയോക്തിയൊന്നും. ചില പെണ്ണുങ്ങളുണ്ട് കൊതിപ്പിച്ച് പ്രേമിക്കുന്നത് പോലെ അങ്ങ് അഭിനയിച്ച് നമ്മുടെ കാമുകനെ ഊറ്റിയെടുത്ത് പിച്ചക്കാരനാക്കിയിട്ട് വേറൊരുത്തന്റെ കൂടെ എങ്ങോ പോകും. നമ്മുടെ കാമുകനോ ഡെയിലി 4 പൈന്റ് വീതം അടിച്ചടിച്ച് ആള് വെച്ച് ദേവദാസിനെ പോലെ വഴി കിടക്കും. ഇത് അന്ന് മുതൽ ഇന്ന് വരെ ആവർത്തിക്കുന്ന ചരിത്രം. ഇതൊക്കെയായിട്ടും നമ്മുടെ പട്ടാളം ഭാർഗവൻ, അദ്ദേഹവും പ്രേമിച്ച് നമ്മുടെ കാതികന്റെ പെങ്ങളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റിയിട്ടല്ലേ അവൻ ഇങ്ങനെ തന്നെ വരും. ഇതാര് ശകുന്തളയോ? രമണിയുടെ വീട്ടിൽ പുതിയ വിരുന്നുകാരി വന്നു കേട്ടു. അത് വിരുന്നുകാരിയൊന്നും അല്ല, സൗദാമിനി, എന്റെ അനിയത്തിയാ. ഏതായാലും അത് നന്നായി. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ രമണിക്ക് മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരാളായില്ലേ? അത് പക്ഷെ വെക്കേഷൻ കഴിയുമ്പോ അവള് പോവില്ലേ? വെക്കേഷനോ? അതിനവള് പഠിത്തം നിർത്തിയില്ലേ? ഇല്ല, നിന്നോടാര് പറഞ്ഞു? എന്റെ ആങ്ങളുടെ മോളും ഈ സൗദാമിനിയും ഒരേ കോളേജിൽ ഒരേ ക്ലാസ്സിലാ പഠിക്കുന്നത്. അവനാ പറഞ്ഞത് സൗദാമിനി പഠിപ്പ് നിർത്തിയെന്ന്. അതല്ല, അനിയത്തി ഇവിടെ വന്ന് നിൽക്കുന്നത് വേറെ ചില കാരണങ്ങൾ കൊണ്ടാണെന്നാ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നത്. എന്ത് കാര്യം? ശകുന്തള എന്തോ മനസ്സിൽ വെച്ചാണല്ലോ പറയണത്. ഞാനായിട്ടൊന്നും നിന്നോട് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. പക്ഷെ കാര്യങ്ങളൊക്കെ നാട്ടിൽ പാട്ടാണ് കേട്ടോ. നീ എന്താ കേട്ടത്? അത് പറ. നിന്റെ അനിയത്തി നാട്ടിലേതോ ഒരുത്തനുമായിട്ട് പ്രേമത്തിലായിരുന്നോ? ആ പെണ്ണിനെന്തോ ചടങ്ങ് പറ്റിയെന്നോ അത് മാറ്റാൻ വേണ്ടിയാ നിന്റെ അടുത്ത് കൊണ്ട് നിർത്തിയിരിക്കുന്നതൊക്കെ നാട്ടുകാര് പറയുന്നത്. എന്റെ ഭഗവതി, ഇത് കല്ലുവെച്ച നുണയാണ്. നിന്നോട് ഈ വേണ്ടാതിനൊക്കെ ആരാ പറഞ്ഞത്? നാട്ടുകാര് പറയുന്നതാണോ കുറ്റം? സംഗതി ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നിന്റെ അനിയത്തിയല്ലേ പണ്ട് രമണനെ കണ്ട് വേലി ചാടിയവളല്ലേ നീ? ആ കൊണം കുറച്ചെങ്കിലും അവക്ക് കിട്ടാതിരിക്കും. അന്തസ്സോടെ ജീവിക്കുന്നവരെ അപമാനിക്കുന്നോടി. നിന്റെ വിശേഷങ്ങളൊക്കെ ഈ നാട്ടില് പാട്ടാടി. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിയേ ഈ കരയിലെ ആണുങ്ങളൊക്കെ വളക്കിലല്ലേടി നിന്റെ ജോലി. പറഞ്ഞ നീ എന്നെ എന്ത് ചെയ്യോടി? രമണോ, ഈ രമണൻ ഇത് എവിടെ പോയി കിടക്കുക? രമണേട്ടൻ ഇവിടെ ഇല്ല, കഥാപ്രസംഗത്തിന് പോയിരിക്കുക. കുട്ടി ഏതാ? ഇതിനു മുമ്പ് ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ഞാൻ രമണി ചേച്ചിയുടെ അനിയത്തിയാ. മിടുക്കി, അങ്ങനെ വരട്ടെ. എന്താ കുട്ടിയുടെ പേര്? സൗദാമിനി. ഹലോ, പട്ടാളത്തപ്പോ ഞാൻ മുമ്പ് ഇപ്പൊ അങ്ങ് വന്നങ്ങ് നിന്നേ ഉള്ളൂ. വന്നപ്പോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇല്ല. പിന്നെ ഈ കൊച്ചിനെ കണ്ടപ്പോ വിശേഷങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ. രമണി എന്തിയടി? ചേച്ചി അമ്പലത്തിൽ പോയി. നീ വേഗം പോയി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും 2 ചായ എടുത്തു. അനിയത്തി അവധിക്കാലം ആഘോഷിക്കാൻ വന്നായിരിക്കും അല്ലേ? ഇവിടെ ആവുമ്പോ കായലും കടലും ഒക്കെ ആയിട്ട് ഒരുപാട് കാഴ്ച കാണാനുണ്ടല്ലോ. എന്തായാലും നന്നായി. സൗദാമിനി ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നതല്ല. പിന്നെ നാട്ടിൽ അവക്കൊരു പ്രേമ കേസ് 3 പ്രാവശ്യേ 2 പേരും കൂടി ഒളിച്ചോടാൻ നോക്കി. അത്ര കത്തി പിടിച്ച പ്രേമോ.
അയ്യോ സ്നേഹിച്ച് നടക്കുന്ന രണ്ട് ഇണക്കുരുകൾ നമ്മളായിട്ട് അവരുടെ ദാഹം തീർത്തു കൊടുക്കല്ലേ വേണ്ടത് രമണ. സ്നേഹമാണകില സാരമൊഴിയിൽ എന്നല്ലേ കവികൾ പാടിയിട്ടുള്ളത്. എടോ അത് സ്നേഹം, പ്രേമമാണകില സാരമൊഴിയിൽ എന്നൊരു കവിയും പറഞ്ഞിട്ടില്ലല്ലോ. അതെല്ലാം പോട്ടേന്ന് വെക്കാം. അതെ, പയ്യന് സ്വന്തമായിട്ട് ഒരു 5 പൈസയുടെ വരുമാനം പോലും ഇല്ല. അങ്ങനെയുള്ള അവളെ ഞാൻ എങ്ങനെ പറഞ്ഞു വിടുത്താ? അത് ശരിയാണ് രമണൻ ഇപ്പൊ പറഞ്ഞതിനോട് ഞാൻ 101% യോജിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തു. അവളെ ആ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റുക. അതിനുവേണ്ടിയാ സൗദാമിനി ഇവിടെ കൊണ്ടുപോയി നിർത്തിയിരിക്കുന്നു. അതേതായാലും നന്നായി. രമണൻ കഥാപ്രസംഗത്തിന് പോകുമ്പോ എനിക്കൊരു രമണിക്കൊരു കൂട്ടാവുമല്ലോ. ഇനി അവൾ കഴിഞ്ഞെല്ലാം ഒരു സ്വപ്നം പോലെ മറക്കണം. എല്ലാം മറന്ന് അവൾ ഞങ്ങളുടെ പഴയ സൗദാമിനിക്കുട്ടിയായി മാറണം. ഞങ്ങളുടെ പഴയ സൗദാമിനിക്കുട്ടിയെ തിരിച്ചു വേണം ഭാർഗവ. അവളെല്ലാം അവളെല്ലാം മറക്കണമെങ്കിൽ വിദഗ്ധനായ ഒരു കൗൺസിലറെ കണ്ടെത്തി കൗൺസിൽ ചെയ്യിക്കണം. ഇനി അതാ വേണ്ടത്. വിദഗ്ധനായ ഒരു കൗൺസിലർ. ആ കൗൺസിലർ അല്ലേ രമണന്റെ മുമ്പിൽ ഇങ്ങനെ കുന്തം പോലെ നിൽക്കണം. ഈ ഞാൻ പട്ടാളം ഭാർഗവൻ. മിലിറ്ററിയിൽ ഒരുപാട് സ്ത്രീ പുരുഷന്മാര് പ്രേമ കേസിൽ അകപ്പെട്ടു. യുദ്ധരംഗത്ത് നിൽക്കുന്ന പട്ടാളക്കാര് പ്രേമിച്ച് നടന്നാ എന്താവും നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? കേണൽ സാബ് പറഞ്ഞപ്പോ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. ആ നിമിഷം മുതൽ ഓപ്പറേഷൻ ഞാൻ ഏറ്റെടുത്ത് സകല പ്രേമവും കലക്കി ഞാൻ സൂപ്പാക്കി. രമണ, ഈ സൗദാമിനി കേസ് നീ എനിക്ക് വിട്ടേക്ക്. അവളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്രേമ പിശാചിനെ കൗൺസിലിംഗ് ചെയ്ത് കെട്ടുകെട്ടിക്കുന്ന കാര്യം ഈ പട്ടാളം ഭാർഗവൻ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. സൗദാമിനി, ഈ പ്രായത്തിലെ ചെറുപ്പക്കാരായ യുവതി യുവാക്കൾക്ക് പിടിപെടുന്ന ഞരമ്പ് രോഗമാണ് പ്രേമം. പണ്ട് കവികളൊക്കെ പ്രേമം അനശ്വരമാണെന്നൊക്കെ പാടിയിട്ടുണ്ട്. വിവരദോഷികള്. കുട്ടി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വെരി ഗുഡ്. കുട്ടി, ആകാശത്തെ മണൽത്തരികളെ നോക്കൂ. ആകാശത്തെ മണൽത്തരികളോ? സോറി, മണൽത്തരിയല്ല, നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ ഭൂമിയിലെ മണൽത്തരികളും പ്രേമിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ദാ വരുന്ന വള്ളം കണ്ടോ? കണ്ടു. ആ വള്ളം മറ്റൊരു വള്ളത്തെ പ്രേമിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല. ദാ ഈ കായലിലെ മീനുകളെ നോക്കൂ. ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. പ്രേമമൂത്ത് കണ്ണു അടിച്ചു പോയാ. ഇതുകൊണ്ടാണ് പറയുന്നത് പ്രേമത്തിന് കണ്ണില്ല. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നേ? കാര്യമുണ്ട്. ഈ കൺകണ്ട ജീവജാലങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും ഒന്നും താല്പര്യമില്ലാത്ത ഈ നശിച്ച പ്രേമം പിന്നെ മനുഷ്യൻ മാത്രം എന്തിനാ കൊണ്ടു നടന്ന് ജന്മം പാഴാക്കുന്നത്? സൗദാമിനി ചിന്തിച്ചിട്ടുണ്ടോ? ചേട്ടൻ ഇത്ര വലിയ ആളാണോ? ചേട്ടന്റെ അറിവൊക്കെ അപാരം തന്നെ. ഇതൊക്കെ വെറും സാമ്പിൾ വെടിക്കട്ടല്ലേ എന്റെ സൗദ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, കുട്ടി ആ കാമുകനെ മറന്ന് വീട്ടുകാര് പറയുന്ന പുരുഷനെ വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. ദാറ്റ്സ് ഓൾ. പട്ടാളേട്ടൻ എന്റെ കണ്ണ് തുറപ്പിച്ചു. ഇനി ഞാൻ ഒരിക്കലും ആ ചെറുക്കനെ കുറിച്ച് ചിന്തിക്കില്ല. പ്രോമിസ്? പ്രോമിസ്. ഭഗവാനെ, ഈ സന്തോഷ വാർത്ത ഞാൻ ഇപ്പൊ തന്നെ രമണനെ വിളിച്ച് പറയാൻ പോവാ. എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. സൗദക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാൻ പാടില്ലേ? ആകസ്മികമായിട്ടാണെങ്കിലും ചിലരെ കണ്ടുമുട്ടുന്നത് ചിലപ്പോ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആവാറുണ്ടല്ലോ. ചേട്ടനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ അല്പനായ കാമുകനൊപ്പം പോയി എന്റെ ജീവിതം ആകെ നശിപ്പിക്കുമായിരുന്നു. എന്റെ മഹാഭാഗ്യത്തിനാ ഒരു കൗൺസിലറിന്റെ വേഷത്തിൽ പട്ടാളേട്ടൻ എന്റെ ലൈഫിലേക്ക് കടന്നു വന്നത്. ഞാൻ ഒരിക്കലും മറക്കില്ല. സൗദയുടെയും മനസ്സ് മാത്രം മതി. പട്ടാളേട്ടൻ കല്യാണം കഴിച്ചിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ പട്ടാളേട്ടന് എനിക്കൊരു ജീവിതം തന്നൂടെ? എന്റെ ആ കോന്നൻ കാമുകനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ആണ് സൗന്ദര്യം വിവരവും ഉള്ള പട്ടാളേട്ടൻ. സൗദ, ചേട്ടൻ ഞെട്ടണ്ട. റിയലി ഐ ലവ് യു. സൗദ, ഇതൊക്കെ ശരിയാണോ? എങ്ങാനും രമണൻ അറിഞ്ഞ അവനെന്റെ കൂട്ടുകാരനാ. ആ കൂട്ടുകാരന്റെ അനീത്തിയെ ആ നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞ എന്നെ തല്ലി കൊല്ലും. ചേട്ടന് നീന്തലറിയോ? ഇല്ല. ഈ പട്ടാളേട്ടനും കൂടി എന്നെ കൈവിട്ട ഞാൻ ഈ കായലിൽ ചാടി ചാവും. ഭഗവാനെ, എന്തൊരു പരീക്ഷണമായത്. ഒരു വശത്ത് രമണൻ, മറുവശത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ ഓഫർ, നടുക്ക് കായല്. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തന്നെ ഭഗവാനെ. എന്താ ചേട്ടന്റെ തീരുമാനം? ഞാനിപ്പോ കായലിൽ ചാവും. വേണ്ട. എങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണം. കല്യാണം കഴിഞ്ഞ പിന്നെ ഒരു രമണേട്ടനും നമ്മളെ വേർപിരിക്കാൻ കഴിയില്ല. ഒരു ഉഗ്ര ന്യൂസ് ഉണ്ട്. പത്രത്തിൽ അതിലും വലിയ ന്യൂസ് ഉണ്ട്. 4 പെൺവാണിഭം, 2 പീഡനം, 3 ഒളിച്ചോട്ടം. എന്താ അത് പോരെ? എങ്കിലേ അതിലേതെങ്കിലും നമ്മുടെ പട്ടാളം ഭാർഗവന്റെ പേരുണ്ടോ നോക്കിയേ. വൈദ്യർ എന്തൊക്കെയാണ് ഈ പറയണത്?
സംഗതി ഏതായാലും നാട്ടിൽ പാട്ടാ. അപ്പൊ പിന്നെ പത്രത്തിൽ വരാണ്ടിരിക്കോ? വൈദ്യുതി കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. ദേ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യം പറഞ്ഞ് ദേ വെറുതെ ആൾക്കാർ ചീത്തപ്പേരുണ്ടാക്കരുത്. ഈ കാതികൻ രമണന്റെ വീട്ടിൽ ഒരു പെണ്ണ് വന്ന് താമസിക്കുന്നവര് നിങ്ങൾ രണ്ടാള് പറഞ്ഞോ? അത് രമണിന്റെ അനിയത്തിയല്ലേ? അതെ, അവളുമായി നമ്മുടെ പട്ടാളത്തിന് എന്താ ഇടപാട്? കഴിഞ്ഞ ദിവസം ഞാൻ കായൽക്കരയിൽ മീൻ പിടിക്കാൻ പോയപ്പോ ആ പെണ്ണും പട്ടാളം അവിടെ ഇരുന്ന് സൊള്ളണ്. 2 ദിവസം മുമ്പ് നമ്മൾ മാർക്കറ്റ് മീൻ മേടിക്കാൻ ചെന്നപ്പോ പട്ടാളം ഈ പെങ്കൊച്ചുമായിട്ട് അവിടെ നിന്ന് മീൻ മേടിക്കുന്നു. കണ്ടില്ലേ? നമ്മൾ ചോദിച്ചപ്പോഴേ കൊച്ചിന് വയ്യറിയാൻ പാടില്ലാത്തതുകൊണ്ട് കൂട്ടിക്കൊണ്ട് വന്നതാണെന്നാണ് ആ ഹിമാർ നമ്മളോട് പറഞ്ഞത്. ഇതെല്ലാം കൂടി കൂട്ടിക്കിഴിച്ചു നോക്കുമ്പോ എന്ത് മനസ്സിലാക്കാം? ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് എന്തോ ഒരു വശപ്പച്ചക്ക് എനിക്ക് മണക്കുന്നുണ്ട്. പട്ടാളേട്ടാ, ഇതാണ് ഞാൻ അറേഞ്ച് ചെയ്ത സാക്ഷി. സൗദാമിനിയുടെ ക്ലാസ്മേറ്റ്സ് ആണല്ലേ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ക്ലാസ്മേറ്റ്സുകളായാൽ ഇങ്ങനെ വേണം. ബോയ്സ്, ഈ സൗദാമിനി ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഞങ്ങൾ അത് ചെയ്ത് കൊടുത്തിരിക്കും അങ്കിളെ. അങ്കിളോ? ചേട്ടാന്ന് വിളിച്ചാ മതി. പട്ടാളേട്ടന് അതാണ് ഇഷ്ടം. എങ്കിൽ ഞങ്ങളും പട്ടാളേട്ടാന്ന് വിളിക്കാം. ബൈ ദ ബൈ, ഇപ്പൊ കൂടുതൽ സംസാരിച്ചിരിക്കാൻ സമയമില്ല. ബാക്കി കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ. എല്ലാം റെഡിയാണ്. ഒരു ഒപ്പിടുന്ന താമസം മാത്രം. അത് രജിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു. പറഞ്ഞ പോലെ ഇനി സമയം കളയാനില്ല. മുഹൂർത്തമായി. രജിസ്റ്റർ വെയിറ്റ് ചെയ്യുന്നു. ചലോ എന്നാ വെയിറ്റ്. അങ്ങനെ പ്രധാനപ്പെട്ട 2 പേരും ഒപ്പുവെച്ച സ്ഥിതിക്ക് ഇനി ഇങ്ങോട്ട് നോക്കേ. ഇവിടെ ഒപ്പിട്. എവിടെ? ഈ സാക്ഷിക്കോളത്തിൽ. സാക്ഷിക്കോളത്തിലോ? അപ്പൊ ഞാനല്ലേ വരൻ? എടോ, തന്റെ തലയ്ക്കകത്ത് തന്നെ ഓളമാണ്. എടോ, ഈ നിൽക്കുന്ന സൗദാമിനിയുടെ ഈ നിൽക്കുന്ന ഗോപാലന്റെയും വിവാഹത്തിന്റെ 1ാം സാക്ഷിയാണ് താൻ. അതായത് 1ാം സാക്ഷി. മര്യാദ ഒപ്പിടോ. ഇത് ഞാൻ സമ്മതിക്കില്ല. ഇത് തനിക്ക് തെറ്റുപറ്റി പോയതാ. സൗദാമിനി ഇത് തെറ്റാ. സത്യത്തിൽ സൗദാമിനി ഇവർ രണ്ടുപേരും അല്ലേ സൗദാമിനി സാക്ഷികള്? ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ദേ, ഈ നിൽക്കുന്ന സാക്ഷിയാണ് എന്റെ പ്രണയത്തിന്റെ സാക്ഷി ഗോപാലൻ. ഒന്നും മനഃപൂർവ്വമല്ല അങ്കിളെ. സൗദാമിനിയെ ഈ രജിസ്റ്റർ ഓഫീസ് വരെ എത്തിക്കാൻ വേണ്ടി ഇവൾക്ക് അങ്കിളുമായി ചെറിയ നാടകം നടത്തേണ്ടി വന്നു. ഇതിന് നാടകമെന്നല്ല പറയണത്. പച്ച മലയാളത്തിലെ ഇതിനൊരു ചൊല്ലുണ്ട്. മോളെ കാണിച്ച അമ്മയെ കെട്ടിച്ചു, കൊലച്ചതിയായി പോയിട്ടാ. എന്തായാലും എല്ലാം മംഗളമായി കലാശിച്ചല്ലോ. ഒരു അമ്മാവന്റെ സ്ഥാനത്ത് നിന്ന് അങ്കിള് ഞങ്ങൾക്ക് വേണ്ടി ഒപ്പിട്ട് നിന്ന് സഹായിക്കണം. ചെയ്തു കൊടുക്ക്. കുഞ്ഞുങ്ങളുടെ ആഗ്രഹമല്ലേ? എന്നെ കരച്ചിലായത് പട്ടി മൂങ്ങുന്ന പോലെയുണ്ട്. ഒരു ഒപ്പിനെ കഴിക്കണ്ട കരച്ചിലൊക്കെ കരയുന്നത്. ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം നന്ദി. വേണ്ട, ഇനി ഒരു നന്ദി കൂടി താങ്ങാനുള്ള ശക്തി എന്റെ ശരീരത്തിനില്ല. എല്ലാ ദുഃഖവും എനിക്കു തരൂ എന്റെ പ്രിയ സഖി, പോയി വരൂ. അങ്ങനെ അവസാനം മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി. പ്രിയമുള്ളവരെ, കോട്ടയം കുഞ്ഞച്ചൻ സംവിധാനം ചെയ്ത് ചന്തക്കാട് വിശ്വം തിരക്കഥ എഴുതി ചേറാടിക്കറിയെ നിർമ്മിച്ചിരിക്കുന്ന ഈ പണ്ടാരക്കാലൻ എന്ന ഈ പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ പരിപാടി കണ്ട് ചീത്ത വിളിക്കാനോ കൊട്ടേഷൻ സംഘത്തെ വിളിച്ചു വരുത്തി തല്ലിക്കാനോ ഉദ്ദേശമുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ടായിക്കൊള്ളണം. ഇത് അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം വന്ന് ഈ പാവപ്പെട്ട പ്രശാന്ത് കാഞ്ഞിരമറ്റം എന്ന എന്നെ വെറുതെ വിട്ടേക്കണം. വെറുതെ വിടില്ലേ?